ആഴ്ച ദിവസങ്ങളിൽ ഗുരുകുലം ക്ലാസ് പോകുന്നുണ്ട്. ഇന്നലെ ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ബിസി ആയിരുന്നു. ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ എല്ലാ ഞായറാഴ്ചയും കൃത്യമായി എടുക്കുന്നതാണ് കുട്ടികളുടെ വ്യക്തിത്വ വികസനം ഗീതയിലൂടെ. അപ്പോൾ ഫ്രീ ആണ് ഈ ക്ലാസ്സുകളെല്ലാം, നമുക്ക് ഒരു പൈസയും വേണ്ട, എല്ലാം ഫ്രീ ആണ്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, മാതാജി എന്തെങ്കിലും കാശ് തരേണ്ടി വരുമെന്ന്. ഒന്നും വേണ്ട, ഫ്രീ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, നമുക്കൊന്നും വേണ്ട. ഓക്കെ. പിന്നെ ഏകാദശിയാണ് ഇനിയിപ്പം 1-2 ദിവസം കഴിഞ്ഞാൽ. അതിന്റെ നോക്കാം പ്രഭു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ വരും, പാരണ ടൈം എല്ലാം വരും. പിന്നെ ഇൻസ്റ്റയിലും നമ്മുടെ പേജ് പോകുന്നുണ്ട്, ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്ന പേജ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഈ ക്ലാസിന്റെ ലിങ്ക് ദയവായി എല്ലാവരും ഷെയർ ചെയ്യുക. ഒത്തിരി പേര് ഷെയർ ചെയ്തത് കാരണം അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെയധികം വയ്യാതെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന മാതാജിയുടെ ഒരു മോൻ, അവര് ഒത്തിരി വയ്യാതെ വെന്റിലേറ്ററിലായിരുന്നു, കുറെ അസുഖങ്ങളായിരുന്നു. അപ്പം ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എങ്ങനെയോ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിന്റെ ക്ലാസ് ആരോ ഷെയർ ചെയ്തിട്ട് അവരിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അവരത് എടുത്തു നോക്കി, ജീവിതത്തിന്റെയും മരണത്തിന്റെയും നടുക്ക് നിൽക്കുന്ന മകനില് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ആ പാവം മാതാജിക്ക് ഗുരുവായൂർ മഞ്ജരീസ് ക്ലാസും ഭഗവാനും വളരെ സമീപസ്ഥരായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലവും കിച്ചൂട്ടന്റെയും ശ്രീമതി രാധാറാണിയുടെയും അനുഗ്രഹം കൊണ്ട് ആ കുട്ടിയുടെ വെന്റിലേറ്റർ ഇന്നലെ റിമൂവ് ചെയ്തു. ആ കുട്ടി ഇപ്പം സ്വയം ശ്വസിക്കാൻ തുടങ്ങി, ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. തുടർന്നും എല്ലാവരും പ്രാർത്ഥിക്കുക. 93, 42, 49, 49, 41 ഇതാണ് മഞ്ജരീസിന്റെ കോണ്ടാക്ട് നമ്പർ. ഓക്കെ. എല്ലാവരും മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യണം. നോക്കാം, നാളെ 10-ാം തീയതിയാണ് ഏകാദശി, എല്ലാ ഡീറ്റെയിൽസും തരാം. പിന്നെ ഏകാദശി ദിവസം ധാന്യങ്ങളൊന്നും കഴിക്കരുത്. ചെറുപയറ്, കടല, മുതിര, വൻപയറ് അങ്ങനെയുള്ള ധാന്യങ്ങളൊന്നും കഴിക്കരുത്. ഓക്കെ. ഉഴുന്ന് കഴിക്കരുത്. ഉഴുന്നുള്ളത് കൊണ്ട് പപ്പടവും കഴിക്കരുത്. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് കപ്പ കഴിക്കാം. കപ്പ പല വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. കപ്പ കഴിക്കാം. പിന്നെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നില്ലേ, ചക്കരവള്ളി എന്ന് പറയും തമിഴില്, മധുരക്കിഴങ്ങ്, അത് കഴിക്കാം. വെജിറ്റബിൾസ്, ഈ നമ്മുടെ മുരിങ്ങയുടെ ഇല അങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് ഉപ്പേരി പോലെയൊക്കെ വെച്ചിട്ട്, നല്ലതാണ് ശരീരത്തിന്, ഉപ്പേരി പോലെയൊക്കെ വെച്ചിട്ട് അത് നമുക്ക് കഴിക്കാം. പിന്നെ സലാഡ് ഉണ്ടാക്കി കഴിക്കാം. തൈര് വേണമെങ്കിൽ കട്ടത്തൈര് ചേർത്തിട്ടോ ചേർക്കാതെയോ, കുക്കുംബർ, തക്കാളി, പിന്നെ എന്താ പറയാ, പല പല സാധനങ്ങൾ അതിലിടാലോ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ട് സലാഡ് കഴിക്കാൻ പറ്റും. പിന്നെ പോയിട്ട് വരൂ രാധാ മാതാജി. പിന്നെ നമുക്ക് എന്താ പറയാ, പാല് കുടിക്കാം. പിന്നെ ചാമ അരി കൊണ്ടുള്ള കഞ്ഞി കുടിക്കാം. ചാമ അരി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, മഞ്ജരീസ് അയച്ചു തരും. ചാമ അരി കൊണ്ടുള്ള കഞ്ഞി കുടിക്കാം. പിന്നെ എന്താ പറയാ, ഇളനീര് കഴിക്കാം, ജ്യൂസ് കഴിക്കാം. അങ്ങനെ ഒരുപാട് നമുക്ക് കഴിക്കാം. ഹരേ കൃഷ്ണാച്ച, ഒരുപാട് സംഭവങ്ങൾ കഴിക്കാൻ പറ്റും. ചോറും ധാന്യങ്ങളും ഒന്ന് ഒഴിവാക്കി വെക്കുക. ഏകാദശി ദിവസം കൃത്യമായിട്ട് അടുത്ത ദിവസം പാരണ വീഴണം. ഓക്കെ. ഓർമ്മയിലുണ്ട്, സൗമ്യ മാതാജി ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ. പിന്നെ ഇന്ന് കന്നിമാസത്തിലെ ആയില്യമാണ്. നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? നമ്മൾ കുറെ നാഗങ്ങളെ ഹിന്ദു ആരാധനയിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട് അല്ലെ? ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നാഗദൈവങ്ങൾ ഭൂമിയിലൂടെ ഇങ്ങനെ എഴഞ്ഞു നടക്കുന്നുണ്ട്. നാഗദൈവങ്ങളെല്ലാം നാഗങ്ങള്. അപ്പൊ പൊതുവേ ഒരു സംശയം ഉണ്ടാവും, ഇവരീ പറയുന്ന നാഗങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, കണ്ട പാമ്പിനെയും പാറ്റിനെയും പഴുതാറിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെന്നുള്ളൊരു ആക്ഷേപവും ചില സമയങ്ങളിൽ ചില വ്യക്തികൾ ഹിന്ദു സംസ്കാരത്തിന് നേരെ പറയാറുണ്ട്. എന്നാൽ നാഗങ്ങൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാഗദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ വാസുകിയെ പോലെയുള്ള, അനന്തനെ പോലെയുള്ള ഉയർന്ന നാഗങ്ങളാണ്. ഓക്കെ. ഉയർന്ന നാഗങ്ങളെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വെച്ച് ആരാധിക്കുന്നത്. അവരെ കണ്ണുകൊണ്ട് പോലും, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു യോഗ്യതയും നമുക്കില്ല. ഹരേ കൃഷ്ണ അമ്മേ, ഒരു യോഗ്യതയും നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് അവരെ കാണാനും പറ്റില്ല. മനസ്സിലായില്ലേ? കാണാനും പറ്റില്ല. എന്നാൽ ഈ ഭൂമിയിലൂടെ എഴഞ്ഞു നടക്കുന്ന നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അവരൊരു പുനർജന്മമാണ്. അവരുടെ കഴിഞ്ഞ ജന്മം എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ലേ, അസൂയ കൊണ്ട് ഓരോരുത്തരുടെ ജീവിതം നശിപ്പിച്ചവര്, അസൂയാലുക്കള്, അതുപോലെ ഇങ്ങനെ കൊലപാതകം ചെയ്തവര്, ജയ് ഗുരുദേവ്,
ബലാത്സംഗം ചെയ്തവര്, അങ്ങനെ കുറെ സഹിക്കാനും നമ്മൾ അറക്കുന്ന തരത്തിലുള്ള തെറ്റുകൾ ചെയ്ത വ്യക്തികളുടെ പുനർജന്മമാണ് അസൂയ, കുശുമ്പ്, അങ്ങനെയുള്ള മനസ്ഥിതിയോടുകൂടി ജീവിച്ച വ്യക്തികളുടെ പുനർജന്മമാണ്. ഷിജിന മാതാജിയുടെ വീട് നല്ല ഒരുപാട് ആരാധനകളൊക്കെ ഉള്ള വീടാണ്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. അവരുടെ കണ്ണൂരുള്ള ടെമ്പിൾ നല്ല ക്ഷേത്രമാണ്. നല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കുറെ മനുഷ്യരും അങ്ങനെയുള്ള ഒരു ക്ഷേത്ര സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞാനിത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഈ എന്താ പറയാ, അങ്ങനെയുള്ള വ്യക്തികളുടെ പുനർജന്മമാണ് നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന നാഗങ്ങള്. ഓക്കെ, അപ്പോ ഈ നാഗങ്ങളെ നമ്മൾ പറയും അടിക്കരുത്, കൊല്ലരുത് എന്ന് പറയും. വൺസ് നമുക്ക് ഒരു ജീവികളെയും ദ്രോഹിക്കാനുള്ള പെർമിഷൻ ഇല്ല, ഒരു ജീവികളെയും നമ്മൾ ഹിംസിക്കരുത്, തെറ്റാണ്. അപ്പോ ഇവരുടെ പുനർജന്മം, അപ്പൊ നമ്മളിപ്പോ ഭയങ്കരമായ തെറ്റ് ചെയ്ത വ്യക്തികളെ കാണുമ്പോൾ നമുക്കൊരു അറപ്പും വെറുപ്പുമാണ് വരും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇലന്തൂർ നരബലി കേസ്, അവരെ കാണുമ്പോൾ നമുക്കൊരു വല്ലാതെ അറയ്ക്കും. നമ്മൾ ഒരു കാരണവശാലും അവരെ കൂട്ടത്തിൽ ചേർക്കില്ല, അറയ്ക്കും. നമുക്ക് വിഷജന്തുക്കൾ എന്ന് വരെ നമ്മൾ പറയും അല്ലെ. അപ്പൊ അതേപോലെയാണ് ഈ നാഗങ്ങൾ, വിഷജന്തുക്കൾ എന്നുള്ള കാറ്റഗറിയിലേക്ക് അവരെ നമ്മൾ തള്ളിവിട്ടിരിക്കുകയാണ്. നാഗങ്ങളെ ആരും പൊതുവെ സ്നേഹിക്കാറില്ല, ആർക്കും ഇഷ്ടമല്ല. യോ പാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടി തോന്നും അവരെ കാണുമ്പോൾ. ഒന്നെന്താ ചെയ്യുക, ആട്ടി ഓടിക്കും നമ്മളെ. ഇപ്പോഴാണ് കുറച്ചും കൂടെ എന്താ പറയാ, ഈ മൃഗങ്ങളോടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്നപ്പോ ഇവരെ മര്യാദയ്ക്ക് പിടിച്ചുകൊണ്ട് ഈ കാട്ടിൽ ഉപേക്ഷിക്കുന്ന ഒരു ഇതൊക്കെ വന്നിരിക്കുന്നത്. അവരും ഭൂമിയുടെ ഭാഗമാണ്. പക്ഷേ നമുക്ക് അവരുടെ ഒരു അറപ്പും വെറുപ്പും, നമുക്കൊരു ഓമനത്വം തോന്നില്ല. ഏത് മൃഗങ്ങളോടും നമുക്കൊരു ഓമനത്വം തോന്നും കാണുമ്പോൾ നമ്മൾ നോക്കി. പക്ഷെ ഈ പാമ്പുകളെ കാണാൻ നമുക്ക് ഇഷ്ടമേ ഇല്ല. കാണുമ്പോൾ നമ്മൾ എനിക്ക് എന്തോ പോലെയാവുന്ന, അറപ്പാവുന്ന, അല്ലെങ്കിൽ പേടിയാവുന്ന, നമുക്കൊരു ഇത് തോന്നും അവരോട്. മനസ്സുകൊണ്ട് പോലും നമുക്ക് അവരോട് അടുക്കാൻ പറ്റില്ല. അതാണ് നാഗങ്ങളുടെ ഒരു ജന്മം എന്ന് പറയുന്നത്. അപ്പോ അത് ഈ പറയുന്ന അവരുടെ പൂർവ്വജന്മം എന്ന് പറയുന്നത് വളരെ മോശം സ്ഥിതിയിലുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. അവരാണ് വീണ്ടും നാഗങ്ങളായി ഭൂമിയിൽ ജനിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ എഴഞ്ഞ് നടക്കുകയാണ്. ഒരു എഴഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദുരിതമാണല്ലേ. അത് തന്നെയാണ് ഈ നാഗങ്ങളുടെ അവസ്ഥ. ഇങ്ങനെ ദുരിതം പിടിച്ച ജീവിതങ്ങളിലൂടെ, അതായത് മോശം ചിന്താഗതികളിലൂടെ ജീവിക്കുന്ന, മറ്റുള്ളവരെ നശിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനസികമായി അത്രയും നമ്മൾ പീഡിപ്പിച്ച് അവരുടെ മനസ്സിനെ അങ്ങ് വേദനിപ്പിച്ചിട്ട് കണ്ണുനീര് കൊണ്ട് മുഖം കഴുകുന്ന വ്യക്തികളുടെ അടുത്ത ജന്മം നാഗജന്മമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ മരുമക്കളെ വേദനിപ്പിക്കരുത്. ഒരിക്കലും നമ്മൾ നമ്മുടെ അമ്മായിയമ്മമാരെയോ അമ്മായിയപ്പന്മാരെയോ വേദനിപ്പിക്കരുത്. ഒരിക്കലും നമ്മൾ നമ്മുടെ അയൽവക്കക്കാരെയോ സുഹൃത്തുക്കളെയോ ഒരാളെയും വേദനിപ്പിക്കരുത്. അവരുടെ മനസ്സിന് ഒരു സങ്കടവും കൊടുക്കരുത്. കാരണം നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ഈ നാഗങ്ങളെ കൊല്ലരുത് എന്ന് പറയാറുണ്ട് നമ്മളല്ലേ. അയ്യോ നാഗങ്ങളെ കൊല്ലാൻ പാടില്ല, ശാപം കിട്ടും എന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാല് രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന്, ഇങ്ങനെ ജന്മം എടുത്ത വ്യക്തികൾക്ക് മോക്ഷം കൊടുക്കരുത്. നമ്മൾ ഒരിക്കലും മോക്ഷം കൊടുക്കരുത്. അവരെ എഴഞ്ഞും കഷ്ടപ്പെട്ടും എന്താ പറയാ വേദനിച്ചും അവര് എല്ലാവരാലും വെറുക്കപ്പെട്ടും അറയ്ക്കപ്പെട്ടും ജീവിക്കണം എന്നുള്ളത് ഭഗവത് നിശ്ചയമാണ്. മരണം ഒരു മോക്ഷമാണ്. ആ മോക്ഷം നമ്മൾ കൊടുക്കരുത് അവർക്ക്. അതാണ് അതിന്റെ കാര്യം. അതെ, ആർക്കും കാണാൻ ഇഷ്ടമുണ്ടാവില്ല പാമ്പയ്യോ. അപ്പം അവർക്ക് മോക്ഷം കൊടുക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് അവരെ കൊല്ലരുത് എന്നൊരു ചട്ടം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉയർന്ന നാഗങ്ങളായിരിക്കുന്ന തങ്കമണി ചേച്ചി, ഉയർന്ന നാഗങ്ങളായിരിക്കുന്ന അനന്തൻ, വാസുകി, അങ്ങനെയുള്ള നാഗങ്ങളില്ലേ, അവരുടെ കാറ്റഗറിയിൽ ജനിച്ചത് കൊണ്ടും അവർക്ക് അതൊരു ചെറിയ ഒരു എക്സ്ക്യൂസ് ആണ്. അവരൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു എക്സ്ക്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അതാണ് ഈ നാഗങ്ങള്. അപ്പൊ നമ്മൾ ഇന്ന് കന്നിമാസത്തിലെ ആയില്യമാണ്. ബൽറാം സ്വാമി തന്നെയാണ് അനന്തൻ. പിന്നെ വാസുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവന്റെ എന്താ പറയാ കഴുത്തിലെ ആഭരണം തന്നെയാണ്. അങ്ങനെ കുറെ ഉയർന്ന നാഗങ്ങളുണ്ട്. നമുക്കിവിടെ നാഗപുരാണം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. ആ നാഗപുരാണം, ശ്രീമദ് നാഗപുരാണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പൊ ആ നാഗപുരാണത്തിന്റെ കഥകൾ ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് എടുത്തു തരും. അപ്പൊ നിങ്ങൾക്ക് നാഗങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. അമ്മേ, ആ നാഗപുരാണം എടുത്തേ. അപ്പൊ ഒത്തിരി പഠിക്കാൻ പറ്റും. ആ മഞ്ഞ പുസ്തകം അതന്നെ താഴെ അതന്നെ. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് നാഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരും കേട്ടോ. നാഗങ്ങളെ കുറിച്ച് അറിയാന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. നല്ല കഥകളാണ് ആ പുസ്തകത്തില്. ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. വീട്ടിൽ കയറിയാ കൊല്ലും. അതാണ് മരണം. അതിനൊരു ശാപമായി അല്ല, എന്താ പറയാ, മരണം ഒരിക്കലും കേട്ടോ. ശ്രീമദ് നാഗപുരാണം
അപ്പൊ മരണം അതിന് മോക്ഷമാണ്, അത് കൊടുക്കാൻ പാടില്ല. സുദർശന മോക്ഷം, അഘാസുരൻ, നല്ല രസമാണ്. നഹുഷചരിതം, ഹൈന്ദവ പുരാണങ്ങളിൽ നാഗങ്ങൾ, ആരാണ് നാഗങ്ങൾ, അങ്ങനെ ഒരുപാട് നാഗപുരാണത്തിന്റെ കഥകളുണ്ട് ഇതില്. ഓക്കെ, തക്ഷകനെ കുറിച്ചും കാകഭുഷുണ്ഠി ഗരുഡ സംവാദത്തെ കുറിച്ചൊക്കെയുള്ള കഥകളുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട സർപ്പാരാധന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. വെട്ടിക്കോടൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? വെട്ടിക്കോട്, പിന്നെ മണ്ണാർശാല, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നാഗരാജാവിന് ആനന്ദം നൽകുന്ന പാട്ടുണ്ട്, നിലവറയുടെ രഹസ്യമുണ്ട്. അയ്യോ മാതാജി, ഇത് വിൽക്കാനുള്ളതല്ല, ഇത് എന്റെ ബുക്കാണ്. നാഗരാജ ബലിയെ കുറിച്ചുള്ളത്, ആയില്യ പൂജയുടെ പ്രാധാന്യം, പിന്നെ നമ്മുടെ സമാധി അടഞ്ഞ വല്യമ്മയുണ്ട്, അവരെ കുറിച്ചുള്ള കഥ, നാഗർകോവിലുള്ള സർപ്പാരാധന, ആമയിടക്കാവ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഹിസ്റ്ററിയുള്ള ബുക്കാണ്. നാഗമാഹാത്മ്യമുണ്ട്. പറഞ്ഞുതരാം. സർപ്പഗണങ്ങളും സൂര്യവ്യൂഹവും, ജ്യോതിഷത്തിലെ സർപ്പത്തിനെ കുറിച്ച് പറയുന്നത്, പെരളശ്ശേരി, കാളിയമർദ്ദനത്തെ കുറിച്ച്, ഗരുഡന്റെ ജനനം, ഗരുഡ സദർശന സാഫല്യം, കേതുവും രാഹു ആരാണ്, ആയില്യ നക്ഷത്രങ്ങളും നാഗദൈവങ്ങളും, രാഹുവിന്റെ പൂജ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം അതേക്കുറിച്ച് കേട്ടോ. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ പുസ്തകവും ഇവിടെ മഞ്ജരീസിലുണ്ട്. പക്ഷെ ചില പുസ്തകങ്ങളൊന്നും വിൽക്കാനല്ല, കാരണം ചിലതൊക്കെ വളരെ റെയർ ആയതുകൊണ്ട് നാരായണി അയച്ചിട്ട് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ആണല്ലേ. അപ്പൊ റെയർ ആയതുകൊണ്ട് ഞാൻ വളരെ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ് ഇതൊക്കെ. അപ്പൊ പഠിക്കാറുണ്ട്, കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ ക്ലാസ്സിലേക്ക് നമുക്ക് എന്താ പറയാ, അനന്തൻകാട് ഞാൻ വന്നിട്ടുണ്ട്. അനന്തൻകാട്, പാമ്പുമേക്കാട്, മണ്ണാറശാല, പെരളശ്ശേരി, ഇത്രയും സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് നാഗദൈവങ്ങളുടെ. ഇനി ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോകണം, നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഗീതാ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട്, എല്ലാവർക്കും സന്തോഷം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഗീതാ ക്ലാസിന്റെ റിവ്യൂ നമുക്ക് വരുമ്പോ കേട്ടോ. നോക്കാം മാതാജി, കുറെ മെസ്സേജ് വരാറുണ്ട് മഞ്ജരീസിലേക്ക്. ഇപ്പൊ 1900 and something മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ എല്ലാം നോക്കി ഞാനൊരു 200 എണ്ണം ബാലൻസ് വെച്ചു. 200 എണ്ണം കൂടെ കാണാനുണ്ട്. മൂലകുടുംബം നാഗങ്ങളുടെയാണ് അല്ലെ. ഭയങ്കര ശ്രേയസ്സായിരിക്കും നാഗാരാധനയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ടിറ്റു നോക്കണം നമ്മള് നാഗത്തിനെയൊക്കെ ആരാധിക്കുമ്പോൾ. ഭയങ്കര സംഭവ ബഹുലമാണത്. അതിനോടൊന്നും നമ്മൾ അധികം ഒന്നും കളിക്കാൻ പാടില്ല. മറ്റു ഉപാസനകൾ പോലെ അല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര ഒരു വല്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണത്. കിഡ്സിന്റെ ക്ലാസ്സിൽ കയറാൻ മഞ്ജരീസിലേക്ക് ഒരു മെസ്സേജ് ഇടാം. നല്ല ഉറക്കം വരുന്നു എനിക്ക്. രാവിലെ തന്നെ ക്ലാസ്സിൽ കയറിയിരുന്ന് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര മോശം അല്ലേ. അപ്പൊ നമുക്ക് ഗീതയിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് ഗീതാ ക്ലാസ് നന്നായിട്ട് പോകുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ ഭഗവത്ഗീതയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ വരെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് 9:30 വരെയാണ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരമപ്രജ്ഞയാണ്, പരമപുരുഷന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ നില. എന്താണ് പരമപ്രജ്ഞ എന്ന് പറയുന്നത്? മിക്ക തറവാടുകളിലും നാഗക്ഷേത്രങ്ങൾ ഉണ്ടാവും. മാതാജിയുടെ ഉണ്ടല്ലേ, ഗീതാ മാതാജിയുടെ. ജീവൻ അല്ലെങ്കിൽ ജീവസത്ത. നമ്മൾ പറയുന്ന ജീവൻ എന്താണ്? ആത്മാവാണ്. ആ ജീവനെ തന്നെയാണ് നമ്മൾ ജീവസത്ത എന്ന് പറയുന്നത്. ഈ ജീവസത്തയായിരിക്കുന്ന ജീവനായിരിക്കുന്ന ആത്മാവ് വരുന്നത് ഭഗവാനിൽ നിന്നാണെന്ന് നമ്മൾ പഠിച്ചു. ഗുരുവായൂരപ്പനിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോ പരമപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ ഭാഗമാണെന്ത്? ആത്മാവ്. ജീവസത്തയും ഭൗതിക പ്രകൃതിയും, അതായത് നമ്മുടെ ആത്മാവും ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പ്രകൃതിയും പരമപുരുഷന്റെ ശക്തി എന്ന് തന്നെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ ഈ ജീവസത്ത എന്ന് പറയുന്ന ആത്മാവ് സ്വീകരിക്കുന്ന ശരീരത്തിന് നാശമുണ്ട്, പക്ഷെ പ്രകൃതിക്ക് നാശമില്ല അല്ലെ. പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾക്ക് നാശമുണ്ട്, പ്രകൃതിക്ക് നാശമില്ല. അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ ജീവപ്രകൃതിയെ, അതായത് ഈ ജീവൻ നിൽക്കുന്ന പ്രകൃതിയെ ശ്രേഷ്ഠമായത് എന്നാണ് പറയുന്നത് ഗീതയില്. ജീവപ്രകൃതിയെ ശ്രേഷ്ഠമായത് എന്നാണ് പറയുന്നത്. കാരണം ജീവപ്രകൃതി നശിക്കുന്നില്ല. കാരണം ജീവന് ഭഗവാന്റേതിനോട്
സമാനമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് നമ്മുടെ ആത്മാവിന്, അല്ലെ? ആത്മാവ് ഭഗവാനിൽ നിന്ന് വന്നതുകൊണ്ട് ഭഗവാനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ആത്മാവ്. നമ്മുടെ ഉള്ളില് നമ്മൾ എന്തൊരു തെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം കിട്ടും, നമുക്കത് ചെയ്യണ്ട, അത് പറയണ്ട. അല്ലെ ആരോടെങ്കിലും വഴക്കിട്ടാലോ, അത്രയും പറയണ്ടായിരുന്നു, മോശമായിപ്പോയി, വേദനിപ്പിക്കണ്ടായിരുന്നു, ചെയ്ത തെറ്റായിപ്പോയി. ഇവൻ നമ്മളൊരു മക്കളെ തല്ലിയാൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഉൾവിളി വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഭഗവാനുമായിട്ട് ആത്മാവ് കണക്റ്റ് ആയതുകൊണ്ട് ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വയം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ധാർമ്മികപരമായ കാര്യങ്ങൾ. മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് പറയുന്ന കാര്യങ്ങളൊന്ന്, പക്ഷെ ശരീരം സ്വീകരിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്ന്. ഒരാളെ വേദനിപ്പിക്കരുത് എന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞാലും ആ വ്യക്തിയോടുള്ള ദേഷ്യം കാരണം നമ്മൾ പോയി അവരെ വേദനിപ്പിക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോ നന്നായിട്ട് കൊടുത്തു, വേണ്ടായിരുന്നു, കണ്ടിട്ടൊരു പാവം തോന്നുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങ് തോന്നും. ഇതാണ് ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഈ ശരീരം നശ്വരമാണ്, ആത്മാവ് നശിക്കുന്നില്ല. ക്ലിയർ? ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമപ്രജ്ഞയാണ്, അങ്ങനെയാണ് പറയാറ്. പരമപ്രജ്ഞ, എന്നെന്നും നിലനിൽക്കുന്നത്. പക്ഷേ ജീവൻ എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രകൃതി, അതായത് ആത്മാവ്, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രജ്ഞയാണ് ശ്രേഷ്ഠമായത്. അതായത് ഭഗവാൻ ഇത്രയും, ബാക്കി ഇത്രയും. ചെറിയൊരു വ്യത്യാസം രണ്ടിൽ നിന്നുണ്ട്, ചെറിയൊരു വ്യത്യാസം. ഒരേപോലെ അല്ല നിൽക്കുന്നത്. ഭഗവാനും ഭഗവാനിൽ നിന്ന് വന്നിരിക്കുന്ന പ്രകൃതിയും ആത്മാവും ഒന്നും ഒരേപോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്, കുറച്ച് താഴെ. അങ്ങനെ 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 താഴേക്ക് 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 ഓരോരോ സൃഷ്ടികളും ദേവന്മാര് അങ്ങനെ 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 പോവും. ഉയർന്നു നിൽക്കുന്നത് ഭഗവാനും. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഭഗവത്ഗീതയുടെ 13-ാമത്തെ അധ്യായത്തില് ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഗീതയുടെ 13-ാമത്തെ അധ്യായത്തിൽ ആത്മാവും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞനാണ്, ജീവസത്തയെ പോലെ പ്രജ്ഞയുള്ളവൻ, എന്നും നിലനിൽക്കുന്നവൻ. 107 ഷെയർ, മാക്സിമം ഷെയർ ചെയ്യാം. 600 നമ്മുടെ ടാർഗറ്റ് കേട്ടോ. അപ്പൊ പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ സദാ നിലനിൽക്കുന്നത്, ജീവസത്തയെ പോലെ പ്രജ്ഞയുള്ളവൻ. ജീവസത്ത എന്ന് പറയുന്ന ആത്മാവ്, ആത്മാവിനെ പോലെ നിലനിൽക്കുന്നത്. ആത്മാവ് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ഭഗവാനിൽ സുസ്ഥിരമായി നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ആത്മാവ് നിലനിൽക്കുന്നത്. എന്നാൽ ജീവസത്ത, അതായത് നമ്മുടെ ആത്മാവ്, ശരീരത്തെക്കുറിച്ച് മാത്രം ബോധമായിക്കൊണ്ടിരിക്കുമ്പോൾ, ആത്മാവ് ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, പരമപുരുഷൻ എല്ലാ ശരീരത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. എന്ന് വെച്ചാല് ഇപ്പോ കണ്ണൻ പ്രഭു, കണ്ണൻ ടി കെ എന്ന് പറയുന്ന പ്രഭു, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, അല്ലെ? ആ ആത്മാവ് ആ ശരീരത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ശരിയല്ലേ? നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ശരീരത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റൊരു ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, മറ്റൊരു വ്യക്തിത്വങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നില്ല. എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഒരിക്കലും നിങ്ങൾക്കുള്ളിൽ വന്ന് സംസാരിക്കില്ല. ശരിയല്ലേ? ഇപ്പൊ ഞാനൊരു തെറ്റ് എന്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പോകുമ്പോ എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്നെയാണ് ബോധ്യപ്പെടുത്തുക, ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യരുത്, പോവരുത്, വാങ്ങരുത്, അല്ല ഇങ്ങനെ സംഭവിക്കാൻ പോണു, ഇങ്ങനെ സംഭവിക്കാൻ പോണു, എന്തെങ്കിലും തെറ്റ് വരും, അല്ലെ എന്തോ സംഭവിക്കാൻ പോണു എന്ന് എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്റെ ശരീരത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതേസമയം ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ എല്ലാ ശരീരത്തെയും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ജീവജാലങ്ങളിലും, സാരല്ലേ മോനെ, എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ ദൃഷ്ടിയുണ്ട്. എന്റെ ഉള്ളിലുണ്ട്, നിങ്ങൾക്കുള്ളിലുണ്ട്, മറ്റുള്ളവർക്കുള്ളിലുണ്ട്. ഇലയും പൂവും കായയും എന്താ പറയാ, പന്നിയും കുരങ്ങനും സിംഹവും ആനയും കുതിരയും അങ്ങനെ ഉറുമ്പും എല്ലാ ജീവജാലങ്ങൾക്ക് മേലെയും ശരീരം എടുത്തിരിക്കുന്ന എല്ലാത്തിന്റെ നേരെയും ഭഗവാന്റെ ശ്രദ്ധയുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തെ മാത്രമേ ശ്രദ്ധിക്കൂ. അതാണ് വ്യത്യാസം. ഇതാണ് ഭഗവാനും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് പരമപുരുഷൻ ഓരോ പ്രത്യേക ജീവന്റെയും മനശ്ചലനത്തെ കുറിച്ച് ബോധവാനാണ്. ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിച്ചു. എന്താണെന്നറിയോ?
അത് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? പറയാൻ പറ്റില്ല. എത്ര തന്നെ മൈൻഡ് റീഡേഴ്സ് എന്ന് പറഞ്ഞാലും മൈൻഡ് റീഡിംഗ് എന്നൊക്കെ പറയുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്നും ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ആർക്കും പറ്റില്ല. ഒരാളെ കൊണ്ടും മനസ്സ് വായിച്ചെടുക്കാൻ കഴിയില്ല. എത്ര വലിയ യോഗിയാണെങ്കിലും ശരി. ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് പറഞ്ഞു തരാനൊക്കെ ചിലപ്പം യോഗസിദ്ധികൾ കൊണ്ട് സാധിക്കുമായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ പറയാൻ ആർക്കും പറ്റില്ല. ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ച കാര്യം ഇപ്പം എനിക്ക് മാത്രമേ അറിയൂ, നിങ്ങൾക്കറിയില്ല. ഇപ്പൊ സുശീല മാതാജി എന്താണോ മനസ്സിൽ ചിന്തിച്ചതെന്നുള്ളത് മാതാജിക്ക് അറിയും, നമുക്കാർക്കും അറിഞ്ഞൂടാ, അല്ലെ? പക്ഷേ ഭഗവാൻ എല്ലാവർക്കുള്ളിലും ജീവിക്കുന്നുണ്ട്, പരമപുരുഷനായിട്ട്, പരമാത്മാവായിട്ട്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളും ഭഗവാൻ നല്ല ബോധ്യമുണ്ട്. നമ്മൾ പറയാറില്ലേ, എല്ലാം ഭഗവാൻ കാണുന്നു, എല്ലാം ഭഗവാൻ അറിയുന്നു എന്ന് പറയാനുള്ളതിന്റെ തത്വം ഇതാണ്. ഭഗവാൻ കൃഷ്ണൻ സമസ്ത ജീവജാലങ്ങൾക്കുള്ളിലും അവരുടെ ഹൃദയത്തിൽ അവരുടെ ആത്മാവിന്റെ കൂടെ പരമാത്മാവായി നിലകൊള്ളുന്നത് കൊണ്ട് എല്ലാ ജീവിവർഗങ്ങളുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ മനസ്സിന്റെ ചിന്തകൾ എന്താണെന്ന് ഭഗവാന് കൃത്യമായി ബോധ്യമുണ്ട്. അതാണ് അതിന്റെ സത്യം. ക്ലിയർ? നമ്മൾ ഇത് ഒരിക്കലും മറന്നു പോവരുത് എന്ന് ഗീതയിൽ പറയുന്നു. നാം ഇത് വിസ്മരിക്കരുത്. കാരണം എന്താ? നമ്മള് ഭഗവാൻ എല്ലാം അറിയുന്നു എന്നുള്ളൊരു വാസ്തവം നമ്മൾ മറന്നു പോവരുത്. എല്ലാം അറിയുന്നുണ്ട്, നമ്മുടെ ഹൃദയം അറിയുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് ഞാൻ ഒരാളോട് ഇങ്ങനെ, ആ ചേട്ടാ ഗീതാ ഹരി മാതാജി, ആ ഗീതാ മാതാജി സുഖമായിരിക്കുന്ന, മനസ്സിൽ ചിന്തിക്കണം, ദുഷ്ടത്തി കാണിച്ചരാടി, ഇങ്ങനെ ഒരു സാധനം എന്ന് മനസ്സിൽ ചിന്തിക്കും. പക്ഷെ പുറമെ ആ ഗീത ചേച്ചി സുഖമായിരിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കും. പക്ഷെ ഇത് ഭഗവാൻ അറിയുന്നുണ്ട്, ഗീതാ മാതാജി അതറിയില്ല. അതാണ് അതിന്റെ വാസ്തവം. ഗീതാ മാതാജി എന്താ വിചാരിക്കും, ഷോ അമ്പിളി മാതാജി എത്ര നല്ലതാ, കാണുമ്പോ ഭയങ്കര സ്നേഹമാണ്, ചിരിച്ചുകൊണ്ട് നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കുന്നു, നല്ല സ്വഭാവം. ഇതാണ് അവര് ചിന്തിക്കുന്നത്. പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചത് ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പഴമക്കാര് പറയുന്നത്, 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം, എത്രയോ മനുഷ്യന്മാരെ നമുക്ക് കബളിപ്പിക്കാം, ഭഗവാന്റെ കണ്ണുകൾ നമ്മൾ കബളിപ്പിക്കാനും മൂടിക്കെട്ടാനും സാധിക്കില്ല. അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട്. ഇപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിലൂടെ എന്ത് കടന്നു പോകുന്നു, നമ്മൾക്കറിയാത്ത വ്യക്തികൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നമ്മൾ പോലും അറിയാതെ അവർ നമ്മളെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു, ഇതൊക്കെ നമ്മൾ അറിയും. അതിലുപരി ഭഗവാൻ അറിയും. ക്ലിയർ? അതുകൊണ്ട് ഒരിക്കലും ഈശ്വരനെ നമുക്ക് വഞ്ചിക്കാൻ കഴിയില്ല, ഭഗവാനെ നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. നമ്മളിപ്പം ഭഗവാനെ കുറേ അങ്ങ് പ്രാർത്ഥിച്ച് ജപിച്ചിട്ടൊക്കെ നമ്മൾ മരിച്ച് ഭഗവാനുമായിട്ടൊരു സംയോഗം, ഒരു മീറ്റിംഗ് വരുന്ന സമയത്ത് ഭഗവാൻ എന്താ പറയാ, ഞാൻ ചിന്തിക്കില്ല. ഗീതാ മാതാജി ഹരേ കൃഷ്ണ, അവ്യങ്ക്, ഗീതാ മാതാജി, ശ്രുതിമോള്, ഹരി അച്ഛൻ, ഒരിക്കലും അങ്ങനെയൊന്നും ആരെക്കുറിച്ചും ചിന്തിക്കില്ല. അപ്പോ നമ്മള് ഭഗവാനുമായിട്ടൊരു മീറ്റിംഗ് വരുന്ന സമയത്ത് ഭഗവാൻ നമ്മളോട് പറയും, നീ ശരീരം സ്വീകരിച്ച സമയത്ത് നിന്റെ ഉള്ളിലൂടെ എന്റെ ഭക്തനെ കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത കടന്നു പോയിട്ടില്ലേ? നമ്മൾ വിചാരിക്കും എപ്പോ? അല്ല, ആ സമയത്ത് നമുക്കത് ഓർമ്മ വരും. ഭഗവാൻ ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് കാണിപ്പിച്ചു തരും. അതാണ്. ഇപ്പോ 1995 കാലത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? 1995 ഒക്ടോബർ 17 എന്റെ മനസ്സിലൂടെ ഉച്ചയ്ക്ക് 2 മണിക്ക് എന്ത് കടന്നുപോയി ഇന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ? ചാൻസേ ഇല്ല, ചാൻസേ ഇല്ല. പോട്ടെ, ഇന്നലത്തെ ദിവസം എടുക്കൂ. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ എന്താണ് എന്റെ മനസ്സിലൂടെ ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ 12 മണിക്ക് ഞാൻ എവിടെയായിരുന്നു എന്ന് ആലോചിക്കും. ഞാൻ എവിടെയായിരുന്നു 12 മണിക്ക്? ആ, വീട്ടിലായിരുന്നു. എന്താ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്? പെട്ടെന്നൊന്നും ഓർമ്മ കിട്ടില്ല. പോട്ടെ, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം എടുക്ക്, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ എന്താ ചിന്തിച്ചതെന്ന്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കും.
നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി, അവിടെ പോയി ഇവിടെ. പക്ഷെ ചിന്തകൾ എന്തായിരുന്നു നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഭഗവാൻ അതറിയാം. അത്രയ്ക്ക് കറക്റ്റാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അത് ഗീതയിൽ തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ചിന്തകൾ ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിന്തിക്കണം. ചിന്തകൾ നന്നായിരിക്കണം, നല്ല ചിന്തകളായിരിക്കണം. മനസ്സിലായില്ലേ? ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിന്തകൾ നമ്മെ നാമാക്കുന്നു എന്നൊരു ചൊല്ല് ബൈബിളിലുണ്ട്. ചിന്തകളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ചിന്തകൾ എന്നും നമ്മളുടെ കൺട്രോളിലായിരിക്കണം. പിന്നെന്താ പറയുന്നത്? പരമാത്മാവ്, അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനാണ്. ഓക്കെ, അദ്ദേഹം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈശ്വരനായിട്ടിരുന്നിട്ട് നിയന്ത്രകനായി ജീവസത്തയ്ക്ക് തന്റെ എന്താ പറയുന്നത്, ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നും വിവരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? പരമപുരുഷനായിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. പരമാത്മാവായിട്ട് ഹൃദയത്തിൽ ഒരു കുഞ്ഞു വെളിച്ചമായിട്ടിരിക്കുന്നുണ്ട്. ഒരു വളരെ ചെറിയ ഒരു സ്പേസിൽ ഗുരുവായൂരപ്പൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. ഹൃദയം നിലച്ചാൽ മരണം ഉറപ്പാണ്. മരിച്ചു കഴിഞ്ഞു അല്ലെ? അതായത് എന്താണ് ഹൃദയം നിലയ്ക്കാന്ന് പറയാൻ? ഹൃദയത്തിൽ നിന്ന് ആത്മാവും പരമാത്മാവും പോയി കഴിഞ്ഞു. ഹൃദയം നിലച്ചാല് ആ മനുഷ്യൻ മരിച്ചു, ജഡമായി മാറി. ഓക്കെ, അപ്പൊ ഹൃദയത്തിന്റെ ഉള്ളിലായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ് പരമാത്മാവായിട്ട്. എന്നിട്ടോ ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട്, ഭഗവാന്റെ തന്നെ ആളാണ് ആര്? ആത്മാവ് എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഭഗവാൻ പറയുന്നത് അനുസരിച്ച് സഞ്ചരിക്കുന്ന നിമിഷങ്ങൾ ചെലവഴിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ആത്മാവിനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കും എന്താണ്? ഭഗവാന്റെ ആഗ്രഹങ്ങൾ. അതുപോലെയാണ് ആ ആത്മാവിന് കിട്ടുന്ന നിർദ്ദേശങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാണ്, ഒരു ഉറുമ്പ് ഇങ്ങനെ പോകുമ്പോ നമ്മൾ അതിനെ കൊല്ലാൻ പോകുമ്പോ അതൊരു ജീവനാണ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ വരും. ഉള്ളിൽ നിന്നിങ്ങനെ നമ്മുടെ ഉള്ളിൽ ആരോ സംസാരിക്കുന്നുണ്ട് അല്ലെ? ഒന്ന് നമ്മളെ തന്നെ ഉള്ളിലേക്ക് ഒന്ന് കേട്ടോക്ക്. ആരോ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ മൈൻഡ് വേർഡ്സ് ആണെന്ന്. മനഃശാസ്ത്രജ്ഞരൊക്കെ അങ്ങനെയാണ് പറയാറ്, നമ്മുടെ മൈൻഡ് വേർഡ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ് എന്നൊക്കെ പറയും. പക്ഷെ ഈ ആത്മാവാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോഴും അത് ആ ആത്മാവ് വിലക്കും. പക്ഷെ നമ്മുടെ ബോധമാണ് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നത്. കാരണം ഉള്ള നോൺ വെജ് ഒക്കെ കഴിച്ച് നമ്മുടെ ബോധം വേറെ അവസ്ഥയിൽ കിടക്കാണ്. അപ്പൊ ആ ബോധമാണ് നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആത്മാവ് നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കില്ല. ഒരാളെ കൊല്ലാൻ നിൽക്കുമ്പോ പോലും നമുക്ക് ചെയ്യണ്ടെന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും അല്ലെ? നമ്മൾ വീട്ടിൽ തന്നെ ഒരാളോട് വഴക്കിടുമ്പോ തന്നെ നമ്മുടെ ഉള്ളില് മതി വേണ്ട പോട്ട് എന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നും. പക്ഷെ നമ്മുടെ ബോധം നമ്മളെ അതിനെ അനുവദിക്കില്ല. നമ്മുടെ ആത്മാവിന് എപ്പോഴും സംസാരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാവിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ആ നിർദ്ദേശം എന്നും ധർമ്മം തന്നെയാണ്, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുക. അതേപോലെ നമ്മൾ വിഷമിക്കുമ്പോ, ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിക്കുമ്പോ നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയും, ശരി പോട്ടെ, സാരല്ല, നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ചു, നമ്മൾ അനുഭവിക്കേണ്ടതായിരിക്കും ഇത്, അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഉള്ളിൽ നിന്ന് ആരോ നമ്മളെ സ്വയം ആശ്വസിപ്പിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരുപാട് നമ്മൾ കരയുമ്പോ, വേദനിക്കുമ്പോ, രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മൾ നമ്മുടെ മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ മുഖം കാണേണ്ടി വരുമ്പോ, നമ്മൾ ജന്മം നൽകിയ മക്കളുടെ മുഖം നമ്മൾ കാണേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്.
പോറ്റി വളർത്തി സ്നേഹിച്ച് അത്രത്തോളം ആക്കിയിട്ട് നമ്മുടെ മക്കള് നമ്മൾ ഓരോരുത്തരോട് ഓരോന്ന് കാണിക്കുമ്പോൾ ആ മുഖം നമ്മൾ കാണേണ്ടി വരുന്ന സാഹചര്യത്തിലും നമ്മൾ സ്വയം ആശ്വസിക്കും. ആ സ്വയം ആശ്വാസം ആരാ തരുന്നതെന്നറിയോ? ഭഗവാൻ പറഞ്ഞിട്ട് ആത്മാവ് തരികയാണ്. ഭഗവാൻ പറയാണ് ആത്മാവിനോട്, പോട്ടെ സാരല്ല എന്ന് പറയൂ, ബോധത്തെ കണക്ട് ചെയ്യൂ, ബോധത്തെ നിയന്ത്രിക്കൂ, ശരീരത്തെ നിയന്ത്രിക്കൂ എന്ന് ആത്മാവിന് നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോ ആ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ആത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ജീവസത്ത മറന്നു പോകും. മനസ്സിലായില്ലേ? ആദ്യം അത് ഇന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കും. എന്നാൽ തന്റെ തന്നെ കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു പോകുന്നു. എന്ന് വെച്ചാല് ഇപ്പോ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുകയാണ്, ഇന്ന കാര്യം ചെയ്യണം, അമ്പലത്തിൽ പോകണം, ഓക്കെ എന്തായാലും പോകണം, നാളെ നേരം വെളുക്കട്ടെ എന്നൊക്കെ മനസ്സിൽ നമ്മൾ ചിന്തിച്ച് കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ ആയാല് ചെയ്യില്ല, പോവില്ല, നാളെ പോവാം, അല്ലെങ്കിൽ ഓഫ് മതി എന്തിനാ അപ്പോ എന്നൊരു നെഗറ്റീവ്, ഒരു ഓപ്പോസിറ്റ്, ഒരു വിപരീത വശം നമ്മളുടെ ഉള്ളിൽ വരും. അതെന്തുകൊണ്ടറിയാം? നമ്മുടെ കർമ്മം കൊണ്ടാണ്, കർമ്മഫലമാണ്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റിന്റെ ഫലമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന നല്ല പ്രവൃത്തികളെ ആത്മാവ് വിസ്മരിക്കും. ആത്മാവ് മറന്നുപോകും. അതെന്തുകൊണ്ടാണ്? ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കാനുള്ളത് കൊണ്ടാണ്. പക്ഷേ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ അത് ഓർമ്മപ്പെടുത്തും. പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ ഇപ്പോ 7:30 മണിക്ക് ക്ലാസ് എടുക്കണം എന്ന് കരുതാം. അപ്പോ ഞാനൊരു 6:30 മണിക്കൊക്കെ ഉറങ്ങി എണീറ്റു എന്ന് കരുതാം. 6:30 മണിക്കല്ലാട്ടോ എണീക്കുന്നത്, വെളുപ്പിനെ 2:30 എഴുന്നേക്കും, അത് വേറെ കാര്യം. അപ്പൊ 6:30 മണിക്കൊക്കെ ഉറങ്ങി എണീറ്റിട്ട് തലേന്ന് കിടക്കുമ്പോ ഇങ്ങനെ ആലോചിക്കണം, 7:30 ക്ലാസ് എന്തായാലും എടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് കിടക്കും. അപ്പൊ 6:30 ഉറങ്ങി എണീറ്റിട്ട് ഞാൻ ചിന്തിക്കണം, 6:30 ഇനി മതി, ക്ലാസ് എടുക്കണം. അപ്പൊ എഴുന്നേക്കുമ്പോ എങ്ങനെയാണെന്നറിയോ? 6:30 അയ്യോ ക്ലാസ് എടുക്കണം എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ എണീക്കുക, അല്ലെ? സ്കൂളിൽ പോണം, അയ്യോ ഓഫീസിൽ പോണം, ധൃതിയിൽ അങ്ങ് എണീക്കും. പിന്നെ അങ്ങ് ഇരുന്നിട്ടോ മതി, നമ്മൾ ഇനിയിപ്പോ ഒന്നും പോയില്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും പറയാം, ഒന്നും കൂടി വേണ്ട, ഒരു പ്രതിപ്രവർത്തനം നടക്കും അവിടെ. എന്നിട്ട് ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരും. ചെയ്യേണ്ട പ്രവർത്തികളിൽ നിന്ന് നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും. അപ്പോ നമ്മളെ ഉള്ളിൽ തന്നെ നമ്മൾ എന്നിട്ട് വീണ്ടും കിടക്കുക എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ വേണ്ട, എഴുന്നേക്കാം, പോട്ടെ, എന്തായാലും സാരല്ല, എന്തായാലും കിടന്നുപോയി മതി. ഇങ്ങനെ ഒരു 2 സംസാരം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കേൾക്കാം, അല്ലെ? അതെന്താ സംഭവം എന്ന് ഓർത്തു കഴിഞ്ഞാല് നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് നമുക്ക് നന്മയിലേക്ക് തിരിയാൻ പറ്റാത്തത്. എന്നാൽ ഈ കർമ്മഫലത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനും ആത്മാവും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കേൾക്കാൻ റെഡിയല്ല. കേട്ടോക്ക്, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഉയർച്ച വരും. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു ഓർമ്മയും നമുക്ക് ഉണ്ടാവില്ല, മരിച്ച പോലെ മറന്നുപോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ആത്മാവ് മറന്നു പോകുന്നതാണ് നമ്മുടെ കർമ്മഫലം കൊണ്ട്. മനസ്സിലാവുണ്ടോ? പിന്നെന്താ പറയുന്നത്? ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം നാം വസ്ത്രം ധരിക്കുകയും മാറുകയും ചെയ്യുന്നത് പോലെ സ്വീകരിക്കുന്നു. ഇപ്പോ എന്താ പറയാ, ലേഖ രഘു എന്ന് പറയുന്ന മാതാജി ഇന്ന് ലേഖ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ജീവിക്കുന്നു. അപ്പൊ മാതാജിക്കുള്ളിൽ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് നാളെ മാതാജി മരിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, ഈ അമ്പിളി എന്ന് പറയുന്ന വ്യക്തിയും മരിക്കും. അപ്പൊ എന്റെ ഉള്ളിലുള്ള ആത്മാവും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ലേഖ മാതാജി മരിച്ചു കഴിഞ്ഞാലും, ആര് മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പോലും നമ്മൾക്ക് കർമ്മഫലം വരും. അറിയോ? പ്രവൃത്തി പോലും അല്ല, ചിന്തകൾ കൊണ്ടുപോലും കർമ്മഫലം അനുഭവിക്കണം. അങ്ങനെയുണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പോലും കർമ്മഫലം നമ്മൾ അനുഭവിക്കണം.
ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ആ ചിന്തകളെ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരനുമായി കണക്ട് ചെയ്യണം. ഒരുപക്ഷെ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കും. എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു. നമ്മൾ പറയാറില്ലേ, ഒരു ദ്രോഹവും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. എത്ര ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. കാരണം എന്താ അറിയോ? അവരുടെ ചിന്തകൾക്കാണ് കുഴപ്പം. ആ ചിന്തകൾ നമുക്ക് അറിഞ്ഞൂടാ എന്താന്നുള്ളത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിത്ര മാതാജി മെസ്സേജ് ഇടൂ മഞ്ജരീസില്. ആ ചിന്തകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവ് നമ്മളെ ചിന്തകൾക്ക് പോലും കുറച്ചും കൂടെ ഉണ്ടാക്കണമേ. ചിന്തകൾക്ക് പോലും നമ്മൾ എന്ത് ചെയ്യണം? കടിഞ്ഞാണിടണം. അങ്ങനെ നമ്മുടെ ആത്മാവ് പുതിയൊരു ശരീരം സ്വീകരിച്ച് ദുരിതത്തിൽ പെടരുത്. നമ്മൾ ശരീരമാണ്. നമ്മൾക്ക് കഴിഞ്ഞ ജന്മങ്ങളൊക്കെ മറന്നുപോയി. അത് ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ തീർന്നില്ലേ കഥ? മറന്നുപോയി. ഈ ജന്മം മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, കഴിഞ്ഞ ജന്മമുണ്ട്. ഈ ജന്മം നമ്മൾ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി. എത്ര കാര്യങ്ങൾ തെറ്റായിട്ട് ചിന്തിച്ചു. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ എത്ര പേരെ വേദനിപ്പിച്ചു. ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മൾ വീണ്ടും ജനിക്കേണ്ടത്. എന്നിട്ടും ജന്മം വീണ്ടും ഇതാണെങ്കിലും തദൈവയാണ്. നമ്മുടെ ജീവിതം ഇതാണ്. നമ്മുടെ ജീവിതം ഇതാണ്. ദുരിതങ്ങളാണ് നമ്മുടെ ജീവിതം. അപ്പൊ നമ്മുടെ ചിന്തകൾ പോലും നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം എന്നാണ് ഗീതയിൽ പറയുന്നത്. അങ്ങനെ കുടിയേറി പാർക്കുമ്പോൾ മുൻകാല കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. നമ്മളിപ്പോ കഴിഞ്ഞ ജന്മത്തിൽ കുറെ തെറ്റുകളും ചിന്തകളും ഒക്കെ ചെയ്ത് 250 അല്ലേ? മാക്സിമം ഷെയർ ചെയ്യട്ടോ. 600 ആണേ. എല്ലാവരും അവനവന്റെ പേജിലേക്ക് ക്ലാസ് പോസ്റ്റ് ചെയ്യും. നമ്മുടെ കഴിഞ്ഞ ജന്മം ഇപ്പൊ കുറെ തെറ്റുകൾ ചെയ്ത്, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ജന്മത്തില് ഞാനിപ്പം ഒരാള് വന്നിട്ട് എന്നോട് കുറച്ച് വെള്ളം ചോദിച്ചു. വെള്ളത്തിന് ഭയങ്കര ക്ഷാമാന്ന് കരുതാട്ടോ. അല്ലെങ്കിൽ ഭക്ഷണം ചോദിച്ചു. ഭക്ഷണം തീരെ കിട്ടാനില്ല. ഭക്ഷണം ഭയങ്കര ക്ഷാമാണ് വീട്ടിലൊക്കെ. അന്നേരം ഞാൻ പറയണ, ഭക്ഷണം ഇല്ല, പോയിക്കോ എന്ന് പറഞ്ഞ് ഡോറങ്ങ് അടച്ച് ഒഴിവാക്കി. ഈ ജന്മം, ആ കഴിഞ്ഞ ജന്മം ചോദിച്ച വ്യക്തിക്ക് ഈ ജന്മം നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടി വരും. കൊടുത്തേ പറ്റൂ. അത് കൊടുപ്പിക്കും ഭഗവാൻ, ഉറപ്പാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു മരുമക്കള് അമ്മായിയമ്മയെ കിടന്ന് അങ്ങനെ അങ്ങ് വേദനിപ്പിച്ചു, അവരെ അങ്ങ് സങ്കടപ്പെടുത്തി, ദ്രോഹിച്ച്, തെറി വിളിച്ച്, കരയിപ്പിച്ച് എന്ന് കരുതാം. ഈ അമ്മായിയമ്മയാണെങ്കിലും മിണ്ടാതിരുന്ന് എല്ലാം സഹിക്കുകയാണ്. നാരായണ നാരായണ നാരായണ, ഭഗവാനെ 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 നീ കാണുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഹൃദയം ഇങ്ങനെ വേദനിക്കുക എന്ന് കരുതാം. ഈ മരുമകള് അടുത്ത ജന്മത്തിൽ ഇതേ അമ്മായിയമ്മയുടെ കാല് പിടിച്ച് ജീവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഓക്കെ മാതാജി. ഇതേ അമ്മായിയമ്മയുടെ അടുത്ത് മാപ്പ് പറയേണ്ടി വരും. ഉറപ്പാണ് പറയേണ്ടി വരും. അടുത്ത ജന്മം ഭഗവാൻ അത് പറയിക്കും. ആ സെയിം വ്യക്തിയെ കൊണ്ട് പറയിക്കും. കാരണം എന്താ അറിയോ? ശരീരമേ മാറുന്നുള്ളൂ, ആത്മാവ് മാറുന്നില്ല. പറയിക്കും. ഈ ജന്മം നമ്മളെ ആരെങ്കിലും ഒരാൾ പറ്റിച്ചു, നമുക്കൊരു നിവർത്തിയില്ല പറ്റിക്കപ്പെട്ട സാധനം തിരിച്ചെടുക്കാൻ. നമ്മൾ അതിലിങ്ങനെ നേറി വിഷമിച്ച് വേദനിച്ചിരിക്കുക എന്ന് കരുതാം. അടുത്ത ജന്മം ആ വ്യക്തി അത് തിരിച്ചു നൽകേണ്ടി വരും. നൽകിപ്പിക്കും ഭഗവാൻ. അതാണ് ഭഗവാന്റെ നിയമം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നൽകിപ്പിക്കും. നമ്മളിപ്പോ ഒരുപാട് ദാനധർമാദികൾ ചെയ്യുന്നുണ്ട് അല്ലെ? ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തിന്റെ കടങ്ങളാണ്. കഴിഞ്ഞ ജന്മത്തിന്റെ നമ്മുടെ കടങ്ങളാണ് നമ്മൾ ഈ തീർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ അറിയോ? ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ അടുക്കുമ്പോഴേക്കും നമ്മുടെ എന്താ പറയാ, ഈ കടങ്ങളൊക്കെ തീരണം. നമ്മളൊരു ശുദ്ധാത്മാവായി, പരിശുദ്ധാത്മാവായി ഭഗവാനിലേക്ക് എത്തണം. അതിന് ഭഗവാൻ പറയും, നിന്റെ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർത്തിട്ട് നീ വാടാ, ഞാൻ നിന്നെ കാത്തിരിക്കടാ ഇവിടെ, നീ വാ എന്ന് ഭഗവാൻ പറഞ്ഞ് പൂർണ്ണമായിട്ട് കടങ്ങൾ തീർത്തിട്ടേ ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും. ഒരു സംശയവും ഇല്ല. അങ്ങനെയാണ് ഭഗവാൻ. ഇപ്പൊ നമ്മുടെ വിഷ്ണുമാരാ
മാരാറിനോട് ഒരാള് വിഷമത്തോടു കൂടി സംസാരിച്ചു, ഒരാള് വേദനിപ്പിച്ചു മാരാരെ. മാരാർ ഒരു അമ്പലവാസിയാണ്. അപ്പൊ ആ അമ്പലവാസിയായിരിക്കുന്ന അതേ വ്യക്തിയോട് അതേ കാറ്റഗറിയിലുള്ള ഒരാള് വിഷമത്തിൽ സംസാരിച്ചാൽ മാരാര് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭഗവാൻ ഇടപെടില്ല. പ്രതികാരം ചെയ്താൽ ഭഗവാൻ ഇടപെടില്ല. മാരാരത് സഹിക്കുക എന്നോർക്കുക. കൃഷ്ണ, ഇങ്ങനൊരു സഹനം ഹൃദയത്തിൻ്റെത് ചെയ്താൽ ആ വ്യക്തി അടുത്ത ജന്മം സ്വീകരിച്ച് മാരാർ 7 കടലിനടിയിലാണെങ്കിലും ശരി ആ വ്യക്തിയോട് മാപ്പ് പറയേണ്ടി വരും. പറയിക്കും ഭഗവാൻ. അതാണ് ഭഗവാന്റെ തത്വം. ഒരു കടങ്ങളും ഭഗവാൻ ഭൂമിയിൽ ബാക്കി വെപ്പിക്കില്ല. ഒരു കടങ്ങളും ബാക്കി വെപ്പിക്കില്ല. അറിയോ? അങ്ങനെയാണ് ഭഗവാന്റെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം പ്രാവുകൾക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കും, അല്ലെ? നമ്മളൊരു കൗതുകത്തിനാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ആ ജീവാത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട ഒരു കടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് തോന്നിയതും നമ്മളത് ചെയ്തതും. ആലോചിച്ച് നോക്ക്. ചിലപ്പോ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ട് ഇങ്ങനെ പോകുമ്പോ കാക്ക വന്നിട്ട് ഒരൊറ്റ കുത്തിപ്പറിച്ചു പോക്കാം. ആ ഭക്ഷണം കഴിഞ്ഞ ജന്മം നമ്മൾ കൊടുക്കാതിരുന്നതാണ് ആ ജീവാത്മാവിന്. അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ തട്ടിപ്പറിച്ചെടുത്ത ഭക്ഷണമായിരുന്നു അത്. നമ്മൾ വിചാരിക്കുന്നതല്ലേ ഒക്കെ ഒരു തമാശയാണ്, അതാണ് ഇതാണ് എല്ലാം എന്റേതാണെന്ന്. ഇല്ല, അല്ല. അയ്യേ, ഇതിനെല്ലാം കറക്റ്റ് കണക്ക് വെച്ച ഒരാളപ്പുറത്തുണ്ട്. ഇടവും വലവും തിരിയാൻ ആ വ്യക്തി നമ്മൾ അനുവദിക്കില്ല. കൃത്യം കണക്ക്. നമ്മൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്ന എന്താ പറയാ ഭക്ഷണത്തിൽ നിന്ന് ഒരു വറ്റ് താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഉറുമ്പിന് അല്ലെ ഒരു ഈച്ചയ്ക്ക് അല്ലെ പുറത്തിട്ടാൽ ഒരു കോഴിക്ക് അത് ആ ജീവാത്മാവിന് വിധിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഭഗവാന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ കഴിഞ്ഞ ജന്മം ചെയ്യേണ്ടതായിരുന്ന പ്രവൃത്തികളെല്ലാം അല്ലെങ്കിൽ ചെയ്തു പോയ പ്രവൃത്തികളെല്ലാം അണുവിട വ്യത്യാസമില്ലാതെ ഈ ജന്മം നമ്മൾ അത് അനുഭവിച്ചിട്ടേ പോവും. നമ്മളോട് ആരെയും ദ്രോഹം ചെയ്തോട്ടെ, നമ്മൾ അവരോട് പ്രതികാരം ചെയ്യണ്ട. അത് നമ്മളോട് മാപ്പ് പറയാനോ ഇന്നല്ലേ നാളെ എത്തും, നമ്മുടെ മുന്നിൽ എത്തിക്കും ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാന്റെ ഒരു കാൽക്കുലേഷൻ. അറിയാമോ? ഭഗവാൻ എത്തിച്ചിരിക്കും. സത്വഭാവത്തിൽ ഇരുന്നു കൊണ്ട് ജീവസത്ത സദ്ബുദ്ധിയോടെ ഏതു തരത്തിലുള്ള പ്രവൃത്തികൾ സ്വീകരിക്കണമെന്ന് മനസ്സിലാക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളെ മാറ്റാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? നല്ലോണം ആദ്യം നിയന്ത്രിക്കേണ്ടത് പ്രവൃത്തിയല്ല, ചിന്തയാണ്. ബോധത്തെ നിയന്ത്രിക്കണം. നമ്മുടെ തലയിലൂടെ പോകുന്ന ബോധം, ചിന്ത, അതേ നമ്മൾ ആദ്യം നിയന്ത്രിക്കണം. ആ ചിന്തയെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നത്? സദ്ബുദ്ധി വരും. നമ്മുടെ തലയിൽ നമ്മൾ നല്ല ചിന്തകൾ കൊടുത്താൽ സദ്ബുദ്ധി വരും. ആ സദ്ബുദ്ധിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിനെ നിയന്ത്രിച്ച് നമ്മൾ പ്രവർത്തനങ്ങൾ, അതായത് ആത്മാവ് നമ്മളെ നിയന്ത്രിച്ചിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. ഇപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുക്കും അവരെന്താ പറയണേന്ന്. അതിനാണ് ഞാൻ നിങ്ങളോട് ഓഡിയോ ഇടാൻ പറയുന്നത്. സംസാരിക്കേണ്ട, എനിക്ക് ഫോണിൽ സംസാരിക്കേണ്ട, എനിക്ക് നിങ്ങൾ വിശദമായ ഓഡിയോ ഇട്ട് തരൂ എന്ന് ഞാൻ പറയാറുണ്ട്. എല്ലാവർക്കും അറിയാം. മാതാജി, നിങ്ങൾ മഞ്ജരീസിലേക്ക് ഒരു ഓഡിയോ ഇടും, നിങ്ങൾക്ക് എന്താ പറയാനുള്ള ഒരു ഓഡിയോ ഇടും എന്നാ ഞാൻ പറയാറ്. കാരണം എന്താ പറയുക, എനിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം അവരെന്താ പറയുന്നത് എന്നുള്ളത്. അപ്പൊ അവരിങ്ങനെ കേൾക്കുമ്പം എനിക്ക് മനസ്സിലാവും അവരുടെ ചിന്തകൾ എന്താണ്. അവർ പറയുന്നുണ്ട്, അവരുടെ ശരീരം കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്, ഇന്ദ്രിയം കൊണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലെ ചിന്തകൾ എന്താണെന്ന് ആ ഓഡിയോയില് കൃത്യമായിരിക്കും. അതായത് അത് നിങ്ങൾക്ക് കിട്ടും. കുറച്ചും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത് കിട്ടും. ആത്മാവ് പറയാനും പ്രവർത്തിക്കാനും ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം, പക്ഷെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ശരീരം മറ്റൊരു കാര്യം. ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത് ആത്മാവല്ല, ബോധമാണ്. ആ ബോധത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? നമ്മളുടെ ഗുണമാണ്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങളാണ് ബോധത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഗുണങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? തീറ്റയിൽ നിന്നാണ് ഗുണങ്ങൾ. അറിയോ? നോൺ വെജ് കഴിക്കുന്നവന്റെ ഗുണം എന്ന് പറഞ്ഞാല് സത്വഗുണം അല്ല, രജോ ഗുണം, തമോ ഗുണമാണ്. ആ ഗുണത്തിലൂടെയാണ് അവൻ ചിന്തിക്കുക.
ആ ബോധത്തിലൂടെയാണ് അവൻ ചിന്തിക്കുക. ആ ബോധത്തിലൂടെ ചിന്തിക്കുന്നവൻ തെറ്റേ പ്രവർത്തിക്കൂ. അവനൊരു മോശകോടനായിരിക്കും, മനസ്സിൽ നന്മയില്ലാത്ത വ്യക്തിയായിരിക്കും. നല്ല സാത്വിക ഭക്ഷണം കഴിക്കുന്നവൻ നന്നായിട്ടേ ചിന്തിക്കൂ. അപ്പോ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കും. അപ്പൊ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നമ്മുടെ ആത്മാവിന്റെ ജീവസത്ത പറഞ്ഞു തരുന്ന ധാർമ്മികപരമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ധർമ്മത്തിലൂടെ നടത്തണം. മനസ്സിലായില്ലേ? ധാർമ്മികതയിലൂടെ നമ്മുടെ ശരീരത്തെ നമ്മൾ നടത്തണം. അല്ലാതെ ഹൃദയം കൊണ്ട് നമ്മൾ പറയണം, ഷോ മതിയടാ മതി, ഇനി അവരോട് ചോദിക്കാൻ പോണ്ട. എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ എന്നെ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞു, അപ്പൊ നമ്മള് ഇന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പൊ നമ്മുടെ ഉള്ളിൽ അടുത്ത് എന്താവശ്യത്തിന്, നന്നാവോ ചോദിച്ചാ നന്നാവില്ല, വിട്ടേക്കൂ എന്ന് നമ്മുടെ ഉള്ളുകൊണ്ട് പറയും. പക്ഷെ പറ്റൂല, ഇവിടെ ഇരുവരി സഞ്ചാര, പോയി ചോദിക്കണം. എന്നിട്ട് ശരീരം പോയിട്ട് അവിടെ അടിയും പിടിയും ബഹളം ഉണ്ടാക്കും. എന്നിട്ട് ആത്മാവ് പറയാം, അപ്പോഴേ പറഞ്ഞു വേണ്ട എന്ന്. കേട്ടോ? എന്നിട്ട് നമ്മൾ എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞായിരുന്നു ചെയ്യണ്ട 100 വട്ടം എന്റെ മനസ്സ് പറഞ്ഞതാ ചെയ്യണം, എന്റെ മനസ്സ് അങ്ങനെ എന്തേലും പറഞ്ഞാൽ അത് കൃത്യമായിരിക്കും എന്നും നമ്മൾ പറയാറുണ്ട്. മാതാജി, എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാ മാതാജി, അത് അതുപോലെ സംഭവിക്കും മാതാജി. എന്തുകൊണ്ട്? നിങ്ങളുടെ ഉള്ളിൽ പരമദിവ്യോത്തമ പുരുഷൻ സ്ട്രോങ് ആണ്. ആ പരമദിവ്യോത്തമ പുരുഷനാണ് നിങ്ങളുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്നത്. ആ ആത്മാവ് നിങ്ങളടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, തത്തയ്ക്ക് ബുദ്ധി പറയുന്ന പോലെ. പക്ഷെ നിങ്ങളുടെ ശരീരം അത് കേൾക്കാൻ റെഡിയല്ല. കാരണം എന്താ? നിങ്ങളുടെ ബോധം ശരിയല്ല. ബോധം എന്താ ശരിയാവാത്തത്? പച്ചക്കറിക്കടയിൽ ചെന്ന് കഴിഞ്ഞാ, ചേട്ടാ 1/2 കിലോ ചെറിയുള്ളി, 1 കിലോ സവാള. ചേട്ടാ വെളുത്തുള്ളിക്ക് എന്താ വില കൂടുതലാ? എന്നാ പിന്നെ ഒരു 1/4 കിലോ വെളുത്തുള്ളി. എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട്, മാതാജി മീനൊക്കെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്, മീനില്ലാതെ എന്താ ചെയ്യാ? പോട്ടെ, ഇനിയിപ്പം ചൊവ്വയും വെള്ളി മീൻ നിർത്തി നോക്കാം, അല്ലെങ്കിൽ ആഴ്ച 2 ദിവസമാക്കാം. അപ്പോഴേക്കും കാണാം വീട്ടിന്റെ മുന്നിൽ കൂടി കൂന്നും പറഞ്ഞിട്ട് പോണ്. നല്ല മത്തി ഉണ്ടെന്ന് പൊരിച്ചാ നല്ല ടേസ്റ്റാ, വെറുതെ എന്തിനാ പച്ചക്കറി. ചേട്ടാ ഒരു 50 രൂപയ്ക്ക് മത്തി, 50 രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. 50 രൂപയ്ക്ക് മത്തി. ഉടനെ അതങ്ങ് മേടിച്ച് മസാല ഒക്കെ തേച്ച് ഇന്നത്തോടു കൂടി ഞാൻ മീൻ നിർത്തും. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് പൊരിച്ച് വറുത്ത് നല്ലോണം തിന്നിട്ട് പോയി കട്ടില് നല്ലോണം ഏമ്പക്കവും വിട്ട് വയറും വീർപ്പിച്ച് ഡമാ എന്നുള്ള വയറുമായിട്ട് അവിടെയും ഇവിടെയും തൂങ്ങിയ ശരീരവുമായിട്ട് പൊങ്ങാത്ത കൈയും കാലും വെച്ച് പോയി കിടക്കും. നല്ല കൂർക്കം വിളിച്ചങ്ങ് ഉറങ്ങും. ട്രെയിൻ കൂകി വിളിക്കുന്ന പോലെ, വന്ദേ ഭാരത് വിളിക്കുന്നത് പോലെ അങ്ങ് കൂകി വിളിച്ചങ്ങ് ഉറങ്ങും. എന്നിട്ട് എണീക്കുമ്പോഴോ, വയ്യ, എന്താ പറയാ, ശരീരം കൊണ്ട് തീരെ പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. എങ്ങനെ പറ്റും? ഉള്ള നെയ്യും മറ്റേ മീനിന്റെ കുറെ സാധനങ്ങളും അതും ഇതും ഒക്കെ വലിച്ചു കയറ്റി തിന്ന് വീർത്ത് ഡമാന്നുണ്ടാവും. എന്തിനാത്? ഉള്ള ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ വരുത്തി വെച്ച് വയ്യ. എന്നിട്ട് മുറ്റടിക്കുന്ന പേരും പറഞ്ഞ് ചൂലും കൊണ്ട് മുറ്റത്തിറങ്ങും. നൈറ്റിയൊക്കെ അങ്ങ് എടുത്തു കുത്തി നോട്ട അപ്പുറത്തെ വീട്ടിലേക്കാ. അപ്പുറത്തെ വീട്ടിലെ കുറ്റങ്ങളുടെ നോട്ട. ബോധം. ഇതാണ് ബോധം. അതേസമയം ഇതല്ലാത്തൊരു വ്യക്തി എന്താ? പച്ചക്കറിയൊക്കെ മേടിച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊന്നും വേണ്ട. അതെന്താ നിങ്ങൾക്ക് വേണ്ടാത്ത? കടക്കാരൻ ചോദിക്കും. കാരണം അവനൊരു ബിസിനസ് ഇടണം. അല്ലേട്ടാ വീട്ടിലുണ്ട്. ഓ ശരി. എന്നിട്ട് കൊണ്ടുവന്നിട്ട് എനിക്കിന്ന് ക്യാബേജ് തോരൻ വെക്കണം. ക്യാബേജൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പച്ചമുളക് കീറിയിട്ട് 2 കറിവേപ്പിലയും കീറിയിട്ട് ലേശം ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് അങ്ങ് കുഴയ്ക്കുക. കഴിഞ്ഞ് ഉള്ളി അരിയണ്ട, വെളുത്തുള്ളി അരിയണ്ട, ഒന്നും അരിയണ്ട. അങ്ങോട്ട് കുഴച്ചിട്ട് നേരെ ചീനച്ചട്ടി എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വേണമെങ്കിൽ ലേശം ഉഴുന്നിടുക, 2 ഉണക്കമുളകും കീറിയിട്ട് ഈ കുഴച്ച് വെച്ച ക്യാബേജ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാത്ത ക്യാബേജ് തോരനായി. എത്ര രസകരമായ ക്യാബേജ് തോരനായി. ഉള്ളിയും വെളുത്തുള്ളിന്റെയും സവാളന്റെയും കാശും ലാഭമായി. ആ തമോ ഗുണവും രജോ ഗുണവും അടിച്ചു കയറ്റും വേണ്ട. എന്നിട്ട് അത് കഴിക്കുമ്പോ തന്നെ എന്താ ഉണ്ടാവുക? ഒരു ബോധം വരികയോ, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളി ഉപയോഗിക്കരുതെന്ന്. അതിങ്ങനെ ചിന്ത വരും. തേങ്ങയും ചേർക്കാം. അതിങ്ങനെ ഒരു ചിന്ത വരും ഉള്ളില്. എന്താണ്?
എന്തുകൊണ്ട് ഞാൻ ഉള്ളിയും വെളുത്തുള്ളി ഉപയോഗിക്കുന്നില്ല? അത് ഉപയോഗിക്കാതാവുമ്പോഴേ നമുക്കുള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വരും, എന്തുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. ആ ചിന്ത തന്നെയാണ് സത്വഗുണം എന്ന് പറയുന്നത്. ആ ചിന്തയിലൂടെ നമ്മൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യരുതെന്ന്, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യരുതെന്ന്. അപ്പൊ എന്താ ഉണ്ടാവുക? എനിക്ക് മല്ലിയില ഇഷ്ടമല്ല മാതാജി, കണ്ടുകൂടാ സാധനത്തിന്. മല്ലിയിലയും പുതിനയും ദേഷ്യം എനിക്കായി ഒരു സാധനത്തിന്, അതിന്റെ മണം കേട്ടാൽ തന്നെ ഭ്രാന്ത് പിടിക്കും. ഞാൻ ഒന്നിലിടൂല. മീനുവിന്റെ വീട്ടിൽ ചെന്ന് മീനിടാൻ നേരം ഞാൻ അടുക്കളയിൽ പോയി നിൽക്കും. എന്നിട്ട് മീനു എനിക്ക് സെപ്പറേറ്റ് അതിടാതെ കറി ഉണ്ടാക്കി വെക്കും. എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. അന്നേരം ഒന്നാമത്തെ എന്താ അറിയോ, അത് ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞ് ചീത്തയായി പോകും. അപ്പൊ ആ കാശ് നമ്മൾ കളയണ്ടേ? അപ്പൊ ഇച്ചിരി പിശുക്കത്തരന്നും കൂടെ ആലോചിച്ചാൽ മതി അതിന്റെ പിന്നില്. അപ്പൊ നമ്മളത് യൂസ് ചെയ്യാത്ത എന്തുകൊണ്ടാന്നുള്ളൊരു ചിന്ത നമ്മൾക്കുള്ളിൽ ഇങ്ങനെ വരും. അതെ, ബാക്കിയുള്ളവരെ ഞാൻ തിന്നാനും സമ്മതിക്കൂല. അതാണ്, എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ചിന്ത കൊണ്ട് തന്നെ നമ്മൾ ഭഗവാനുമായിട്ട് ഇങ്ങനെ കണക്ട് ആവും. ഭഗവാനുമായിട്ട് ആ ചിന്ത കൊണ്ട് തന്നെ ഇങ്ങനെ കണക്ട് ആവും. അങ്ങനെ കണക്ട് ആവുമ്പോ എന്താ ഉണ്ടാവുക? സത്വഗുണം ഇങ്ങനെ വർദ്ധിക്കും. ദർശനേ ശ്യാമു എനിക്ക് കൂട്ടുണ്ട്. സത്വഗുണം ഇങ്ങനെ വർദ്ധിക്കും. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കാന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. മീനും ചിക്കനും ഒക്കെ നല്ലോണം വെക്കുന്ന ദിവസം നിങ്ങൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞ് നേരെ ബെഡിലേക്കാ. ഉച്ചയ്ക്ക് ആ വെജിറ്റബിൾസ് ഉള്ളിയും വെളുത്തുള്ളിയും സവാളയിലൊക്കെ ഇല്ലാതെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന് ഉള്ളിയും വെളുത്തുള്ളിയും സവാളയില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി, ഇന്ന് എന്തായാലും ഭഗവാൻ ഉച്ചയ്ക്ക് നേദ്യം കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാന് കൊടുക്കും. അമ്മേ, ഭഗവാന്റെ ബിസ്ക്കറ്റോ? ഭഗവാന് നേദ്യം കൊടുക്കും. ബിസ്ക്കറ്റും പാലും വേഗം എടുത്തോളൂ. അത് പറഞ്ഞപ്പോഴും ഓർത്തത്. നേദ്യം കൊടുക്കും. ആള് ബിസ്ക്കറ്റും പാലും തിന്നാനുള്ള സമയം. അപ്പൊ നേദ്യം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ നേദ്യം കൂടെ നമ്മുടെ ചോറിലും കറിയിലും കൊണ്ടിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ചിന്ത നമുക്ക് എന്താ വരാന്നറിയോ? ഉറങ്ങാനല്ല വരിക, ഇന്ന് കുറച്ച് വായിക്കണം. ഉറപ്പായിട്ട് ഇത് ഇങ്ങനെയാ വരിക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇന്നൊന്ന് വായിക്കണം. എന്താണ് അമ്പിളി മാതാജി എന്തോ ബുക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് മറ്റേ കളഭവും ഇതൊക്കെയാണ്, അഷ്ടഗന്ധമൊക്കെ. മാതാജി അതിന്റെ കൂടുതൽ പ്രഭുപാജിയുടെ ഒരു ബുക്കും കൂടെ അയച്ചിട്ട് പറഞ്ഞു, അമ്മേ കിരികിരി ഒച്ചുണ്ടാക്കാതെ അമ്മേ, പ്രഭുപാജിയുടെ ഒരു ബുക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു അത് വായിക്കണം മാതാജി എന്ന് പറഞ്ഞു. ഒന്ന് വായിക്കാം എന്നും പറഞ്ഞ് നമ്മൾ അതെടുത്ത് വായിക്കും. ഓട്ടോമാറ്റിക്കലി വായിക്കും. ത്രിവേണി മാതാജി, ആ വായനയിലൂടെ നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ആവും. അത് ഓട്ടോമാറ്റിക്കലി ജപത്തിലേക്ക് വരും. പിന്നെ നമുക്ക് തോന്നും, ഉള്ളിയും വെളുത്തുള്ളി ഇല്ലാതെ നല്ല രുചിയുണ്ടല്ലോ ഭക്ഷണം, സത്യമായിട്ട് ഭയങ്കര ടേസ്റ്റ് അപ്പാ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇനി ആ സാധനം വേണ്ട, പൈസയും ലാഭമായി. ഇങ്ങനെ നമ്മൾ സത്വഗുണത്തിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ ബോധം ക്ലീൻ ആവും. ഒരു വാട്ടർ ടാങ്ക് കഴുകിയതുപോലെ ബോധം അങ്ങ് ക്ലീൻ ആവും. ആ ബോധം ക്ലീൻ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ഷമ, ദയ, കരുണ, ഈശ്വരനിലുള്ള ഗുണങ്ങൾ ഇങ്ങനെ വരും നമ്മളിലേക്ക്. അപ്പൊ നമ്മുടെ വീട്ടിൽ അടിപിടി ബഹളം ഉണ്ടാവില്ല, ദുരിതങ്ങളും ദ്രോഹങ്ങളും ഉണ്ടാവില്ല, പാലെവിടെ ബിന്ദുമേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ ഉള്ളില് എന്താ പറയുന്നത്, നല്ല ചിന്തകൾ വരും. അങ്ങനെ നമ്മൾ സത്വഗുണത്തിൽ അങ്ങ് വരും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? സദ്ബുദ്ധി വരും. നമ്മൾ അങ്ങനെ തോരനും സാമ്പാറൊക്കെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ്. അപ്പോ എന്താ ഉണ്ടാവുക? സദ്ബുദ്ധി വരും. ആ സദ്ബുദ്ധിയിലൂടെ നമ്മുടെ ജീവസത്ത ക്ലീൻ ആവും, നമ്മുടെ ആത്മാവ് ക്ലീൻ ആവും. അപ്പൊ നമുക്ക് നമ്മുടെ ആത്മാവ് പരമാത്മാവായിട്ടൊരു കണക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ എന്താ പറയാന്നറിയോ? സാമ്പാറും അവിയലൊക്കെ കഴിക്കണ്ടായിരുന്നു. ഈസി ആയിട്ട് സാമ്പാർ ഉള്ളി ഉണ്ടാക്കാതെ ഇടാ എന്റെ പൊന്ന്. ആരാണ്? പ്രതീഷ് പ്രഭു. ആള് കൊള്ളാലോ. സാമ്പാറൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പരിപ്പ് എടുക്കുക, തക്കാളി എടുക്കുക, പച്ചമുളക് എടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, കുക്കറിൽ അങ്ങോട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് അങ്ങോട്ട് അടിക്കുക. നല്ല വെള്ളം പോലെ അങ്ങ് അടിച്ചെടുക്കുക. പച്ചക്കറി എന്തൊക്കെയാണോ ഇടന്ന് വെച്ചാൽ അത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ, പേരിന് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് കുക്കറിൽ അങ്ങോട്ട് വേവിക്കാം. അടച്ചു വെക്കണ്ട, പെട്ടെന്ന് വെന്തോളും. വെന്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് ആ പച്ചക്കറി അവിടെ തന്നെ വെക്കുക. എന്നിട്ട് കുറച്ച് നാളികേരം എടുക്കുക. നാളികേരം എടുത്തിട്ട് തിരുമ്മി എടുത്തതിന് ശേഷം ചീനച്ചട്ടിയിൽ ഒന്ന് കടുകിടണ്ട, കുറച്ച് ഉലുവ, കുറച്ച് മറ്റേ നല്ല ജീരകം, പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നാളികേരം, കായപ്പൊടി, അതുപോലെ തന്നെ ഒരു 3-4 ഉണക്കമുളക്, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്തത് മിക്സിയിൽ അരയ്ക്കുക. അരച്ചിട്ട് എന്ത് ചെയ്യുക? നേരെ ഈ പരിപ്പ് ഇതാക്കി വെച്ചതിലേക്ക് ഒഴിക്കുക.
ഒഴിച്ചതിന് ശേഷം അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വെന്ത പച്ചക്കറിയും കൂടെ എടുത്ത് അതിലേക്ക് ഇടുക, താളിച്ചെടുക്കുക. നല്ല രുചികരമായ സാമ്പാർ റെഡി. ഉള്ളിയില്ല, വെളുത്തുള്ളിയില്ല, സവാളയില്ല, ഒന്നുമില്ല. സൂപ്പർ. എന്നിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. പോരെ? എന്തേ, സാമ്പാർ റെഡി ആയില്ലേ? അത്രയും ആലോചിക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട സാമ്പാറിനെക്കാളും ഏറ്റവും ബെസ്റ്റ് സാമ്പാറായിരിക്കും. പ്രതീഷ് പ്രഭു ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്, സൂപ്പറാണ്. എന്താ വെളുത്തുള്ളിക്കൊക്കെ വില, ചെറിയ ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയല്ലേ ആ സാധനത്തിന്. ഞാൻ ഈ റോഡിലൂടെ പോകുമ്പോഴൊക്കെ എഴുതി വെച്ചേ കാണാം. അപ്പൊ അതിന്റെ പിന്നാലെ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് നല്ല സാത്വിക ഭക്ഷണം വീട്ടിൽ തന്നെ റെഡിയാക്കാം. ഉള്ളിയില്ലാത്ത സാമ്പാറാ ടേസ്റ്റ്. അങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി രസം വെക്കാനാണെങ്കിലും മല്ലി പാടില്ല. മല്ലി എനിക്ക് ഇഷ്ടമല്ല. രസം വെക്കാനാണെങ്കിലും സൂപ്പറാണ്. കുറച്ച് നല്ല ജീരകം എടുക്കുക, കുരുമുളക് എടുക്കുക, ഒരു തക്കാളി നേരെ മിക്സിയിൽ ഒന്ന് അടിക്കുക. വെള്ളം ഒന്നും ഒഴിക്കരുത്, വെറുതെ അങ്ങ് മിക്സിയിൽ അടിച്ചെടുക്കുക. ഒരു ചീനച്ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉണക്കമുളക് ഇടുക, കറിവേപ്പില ഇടുക. ഈ മിക്സിയിൽ ചതച്ചു വെച്ച സാധനങ്ങൾ അതിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കി വരുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും എല്ലായിടത്തും, നമ്മുടെ വീട് നിറച്ചു. എന്നിട്ട് നേരെ പുളിവെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക. വേണമെങ്കിൽ ഗുരുവായൂർ മഞ്ചരീസിലെ രസപ്പൊടി ഇടാം. വേണമെങ്കിൽ എന്താ പറയാ, ഒരു നുള്ള മഞ്ഞപ്പൊടി ഇടാം. സൂപ്പർ രസം. എന്തേ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടോ നമ്മള്? ഇല്ല. അങ്ങനെ എല്ലാം നമുക്ക് സാത്വിക ഫുഡ് ഉണ്ടാക്കപ്പാ. വളരെ ഈസി ആയിട്ട് സാത്വിക ഫുഡ് ഉണ്ടാക്കാം. ആ ഉള്ളിയില്ലാത്ത സാമ്പാറിനാ ടേസ്റ്റ് കൂടുതൽ. ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കൂ, നിങ്ങൾ എന്നെ കൊതിപ്പിച്ചു, എന്റെ ഇന്ദ്രിയ നിയന്ത്രണത്തെ നിങ്ങൾ തെറ്റിച്ചു. ഹരേ കൃഷ്ണ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ കായം ഇടാം, കായം വേണമെങ്കിൽ ഇടാം. കായത്തിനൊക്കെ വില കൂടുതലല്ലേ മാതാജി, നമ്മൾ മാത്രം കഴിക്കുമ്പോൾ കുറച്ചിട്ടാ മതി. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോ കുറെ ഇടാം. ചേട്ടൻ പറയുകയാണ് വെറുതെ കേൾക്കാതെ ഉണ്ടാക്കി തരാൻ. അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബോധത്തെയാണ് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? നമ്മുടെ ബോധത്തെ ആദ്യം ക്ലീൻ ചെയ്യണം. അതിനാദ്യം നമ്മൾ ഗുണങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ മോനെ, ഗുണങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. മനസ്സിലായില്ലേ? ബോധം ക്ലീൻ ചെയ്യാൻ. പിന്നെ പറയുന്നത്, അതുകൊണ്ട് കർമ്മം ശാശ്വതമല്ല. നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമല്ല. ആ പ്രവൃത്തികളുടെ ഫലം അത് നിലനിൽക്കില്ല. അനുഭവിക്കേണ്ടത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അതവിടെ കഴിഞ്ഞു. അല്ലെ? ഒരാളോട് ഒരു അടി കിട്ടിയാൽ ആ അടി അവിടെ തീർന്നു. എപ്പോഴെപ്പോഴും അടി കിട്ടിക്കൊണ്ടിരിക്കും? ഇല്ല. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അത് ശാശ്വതമല്ല, അത് അനുഭവിച്ചു കഴിഞ്ഞാൽ തീർന്ന്. പക്ഷെ അനുഭവിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. അതിനാണ് നമ്മൾ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങാൻ പറയുന്നത്. ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങിയാണ് അത് ആത്മാവിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഈശ്വരൻ, ജീവൻ, പ്രകൃതി, കാലം, കർമ്മം, 5 കാര്യങ്ങൾ, ഇതിൽ 4 എണ്ണം നിലനിൽക്കുന്നതാണ്. എന്തൊക്കെയാണ് നിലനിൽക്കുന്നത്? ഈശ്വരന് നിലനിൽപ്പുണ്ട്, ജീവനാകുന്ന ആത്മാവിന് നിലനിൽപ്പുണ്ട്, പ്രകൃതിക്ക് നിലനിൽപ്പുണ്ട്, കാലത്തിന് നിലനിൽപ്പുണ്ട്. കർമ്മത്തിന് നിലനിൽപ്പില്ല. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കാത്ത കാര്യമാണ്. 225 ഷെയറായി. കർമ്മത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് ആ കർമ്മം, നമ്മൾ നല്ല രീതിക്കാണ് ജീവിക്കുന്നതെങ്കിൽ ആ കർമ്മം നമ്മളെ ബാധിക്കില്ല. നമ്മൾ തെറ്റായ രീതിക്കാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അനുഭവിച്ചേ മതിയാവും. അപ്പൊ തെറ്റിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അത് പ്രവൃത്തിയിലൂടെ മാത്രമല്ല, ചിന്തകളിലൂടെയും. തെറ്റായ ഒരു ചിന്ത പോലും പാടില്ല. മനസ്സിലായില്ലേ? ഒരാണും പെണ്ണും നടന്നു പോകുമ്പോഴേക്കും ഉടനെ നമ്മൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കരുത്. ആ ചിന്ത പോലും നമ്മൾക്ക് ദുരിതമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ പരമപ്രജ്ഞനായിരിക്കുന്ന ഈശ്വരൻ ജീവസത്തയോട് എപ്പോഴും ഒരു കണക്ഷൻ വെക്കുന്നുണ്ട്. അതായത് ഭഗവാൻ നമ്മുടെ ആത്മാവിനോട് ഒരു കണക്ഷൻ വെക്കുന്നുണ്ട്. പുരുഷന്റെയും ജീവസത്തയുടെയും ബോധം അതീന്ദ്രിയമത്രേ. അതായത് ഭഗവാന്റെയും നമ്മുടെ ആത്മാവിന്റെയും ബോധം അത് അതീന്ദ്രിയമാണ്. മനസ്സിലായില്ലേ? ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് ധർമ്മത്തിലൂടെ മാത്രം സഞ്ചരിക്കും, ഭഗവാനും ആത്മാവും. പ്രജ്ഞ ഭൗതിക വസ്തുക്കളുമായുള്ള സമ്പർക്കം കൊണ്ടല്ല ഉണ്ടാവുന്നത്. പിന്നെയോ അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഒരുപാട് ബോധത്തിലൂടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്.
ഈ തെറ്റിദ്ധാരണയാണ് നമ്മൾ ആദ്യം മറികടക്കേണ്ടത്. തെറ്റായ കണ്ണുകൊണ്ട് എന്ത് നോക്കിയാലും അത് തെറ്റായിട്ട് തന്നെ കാണും. ശരിയായ കണ്ണുകൊണ്ട് നോക്കിയാൽ അത് ശരിയായിട്ട് കാണത്തുള്ളൂ. ആലോചിച്ച് നോക്കണം. തെറ്റായ കണ്ണുകൊണ്ട് നോക്കുന്നതെല്ലാം തെറ്റാണ്. അതാണ് നമുക്കൊരു ചൊല്ല്, മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം മഞ്ഞയാണെന്ന്. നമ്മൾ എന്തൊരു കാര്യത്തെയും അതിന്റെ നല്ല വശം ചിന്തിച്ചു നോക്ക്. എല്ലാ കാര്യങ്ങൾക്കും നല്ല വശമുണ്ട്. പക്ഷെ അത് കാണാൻ മനുഷ്യൻ റെഡിയല്ല. എന്തിനു പറയണം? ഒരു അടുക്കളയിൽ ഒരു അമ്മായിയമ്മ കയറിയാൽ തന്നെ അത് വലിയ കുറ്റമാണ്. അവരൊരു ഗ്ലാസ് എടുത്ത് ഇപ്പുറത്ത് വെച്ചാൽ അതൊരു വലിയ കുറ്റമാണ് ആ വീട്ടില്. ഓരോ വീടുകളിൽ ഭൂകമ്പം ഉണ്ടാവാനുള്ള നിസാര കാരണമായിരിക്കും. ഒരു അമ്മായിയമ്മയോ ഒരു അമ്മായിയപ്പനോ പേരക്കുട്ടികളെ വിളിച്ചാൽ മതി, അതൊരു തെറ്റ്. ഒരു മരുമകള് വീട്ടിൽ നിന്ന് ഒന്ന് ഡ്രസ്സ് ചെയ്ത് നല്ല ഡ്രസ്സ് ഇടുമ്പോ ഓക്കെ അവരെവിടെയോ പോണെന്ന് വിചാരിച്ച് നല്ല മനസ്സോടൊന്ന് ചോദിച്ചാൽ മതി, മോളെ എങ്ങോട്ടാ പോണേ, മോളെ എന്തേ, അല്ലെ ഒരു ഫോൺ വന്നത് ആരാ മോളെ, അതൊരു തെറ്റ്. നിങ്ങൾ ആരാ എന്റെ ഫോണിൽ വരുന്നവര് ചോദിക്കാൻ, തള എന്റെ ഫോൺ നോക്കിക്കൊണ്ടാ നടക്കുന്നത്. പിന്നെ അതിനെ ഊതി വീർപ്പിച്ച് വലിയ ഭൂകമ്പാക്കി മാറ്റി. എന്തിനാ ഇതൊക്കെ? അമ്മ ആരാന്ന് ചോദിച്ചു, അത് ഇന്നാളമ്മേ, തീർന്നില്ലേ? ഒരു വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലും വലിയ വലിയ ഭൂകമ്പങ്ങളാക്കി, വലിയ കർമ്മബന്ധങ്ങളാക്കി, വലിയ ബന്ധനങ്ങളിലേക്കാണ് ജീവാത്മാക്കളെ കൊണ്ടുപോകുന്നത്. ആലോചിച്ച് നോക്കണം. വലിയ വലിയ ബന്ധനങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളുടെ ഉള്ളിലെ വേണ്ടാത്ത ചിന്താഗതികൾ, ഒരു വാക്കുകൊണ്ട് നല്ല രീതിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങൾ ജന്മജന്മാന്തരങ്ങളുടെ ബന്ധനങ്ങളെയാണ് വാങ്ങിക്കൂട്ടുന്നത്. ആലോചിച്ച് നോക്ക്. ആരാ മോളെ ഫോണില്? അത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തോ വേണം? ഓ, അവൾ എന്നോട് ചോദിക്കുക അറിഞ്ഞിട്ട് എന്ത് വേണമെന്ന്. അമ്മായിയമ്മ ഇതുപോലെ ആണെങ്കിൽ നമ്മൾ മാറണം. നമുക്ക് മാറിയാ പോരെ? അവര് ജന്മം എടുത്തോട്ടെ, നമ്മൾ മാറണം. അത്രേ ഉള്ളൂ. എന്തു വർത്താനം അവരെന്നോട്. പിന്നെ ഉടനെ അടുത്ത ഫോൺ എടുത്തിട്ട്, അമ്മയ്ക്ക് അറിയാവോ അമ്മേ, ഈ സ്ത്രീ എന്നെ പീഡിപ്പിക്കുവോ അമ്മേ, ആ സ്ത്രീ എന്നെ അമ്മ വിളിച്ചതിന് ഇങ്ങനെ പറഞ്ഞു അമ്മേ. നീ തിരിച്ചു പറ വച്ചേ, നീ എന്തോത്തിന് കേട്ടോണ്ടിരിക്കുന്നു? ഉടനെ അമ്മയുടെ ഭാഗം. ഇങ്ങനെ ഒരു കുടുംബത്തിൽ എത്ര പേരായിരിക്കും ഒരു ചോദ്യം കൊണ്ട് എത്ര ജന്മങ്ങൾ എടുക്കുന്നത്? ഇവരൊക്കെ വീണ്ടും ജനിക്കും അതേ കുടുംബത്തിൽ, അതേ ആൾക്കാരല്ലെങ്കിലും മറ്റൊരു വിഷയത്തില്. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കടങ്ങൾ അങ്ങ് തീർക്കും. എന്തിന്? ഇപ്പോഴേ ആ കടങ്ങൾ അങ്ങ് തീർത്തൂടെ? ആരാ വിളിച്ചതെന്ന് വെച്ചാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, സമാധാനപൂർണമായിട്ടുള്ള ഉത്തരം കൊടുക്കുക. അത്രേ വേണ്ടൂ. അല്ലാതെ അതിന് മറ്റൊരർത്ഥമില്ല. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട്, നമ്മുടെ ചെറിയ ചെറിയ ചിന്തകൾ കൊണ്ട് അനുഭവിച്ചതിനേക്കാൾ വലുതായിട്ട് അനുഭവിക്കാൻ വർഷങ്ങളോളം ജീവിക്കുന്ന ഒരു ജന്മമാണ് നമ്മൾ കൈനീട്ടി ചോദിച്ചു വാങ്ങുന്ന ഭഗവാനോട്. നമ്മുടെ നാവിനെയും ബോധത്തെയും നിയന്ത്രിക്കാതെ, നമ്മുടെ പ്രവൃത്തികളെയും നിയന്ത്രിക്കാതെ വരുമ്പോ ബോധം കാരണവും പ്രവൃത്തി കാരണവും നാവ് കാരണവും വർഷക്കണക്കിന് നമ്മൾ ദുരിതം അനുഭവിക്കാനുള്ള ഒരു ജന്മമാണ് ഭഗവാനോട് ചോദിച്ചു വാങ്ങുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം. എല്ലാ അർത്ഥത്തിലും ബോധം കൊണ്ട് പോലും നിയന്ത്രിക്കണം. അല്ലാതെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കാണിച്ചരാടി നിന്നെ ഞാൻ കാണിച്ചരാടി, ഹരേ കൃഷ്ണ. ഇതല്ല. വായ കൊണ്ടും ചിരി കൊണ്ടും ഹരേ കൃഷ്ണ പറഞ്ഞിട്ട് ഹൃദയം കൊണ്ടും ബോധം കൊണ്ടും മറ്റൊരു ചിന്തയാണെങ്കിൽ ആ ബോധം പോലും ഭഗവാൻ കറക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ബോധത്തെ പോലും ഭഗവാൻ പിടിച്ചടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നെറ്റ്വർക്കിലൂടെ എങ്ങനെയാണോ മൊബൈൽ വർക്കാവുന്നത്, നെറ്റ്വർക്കിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ സിഗ്നൽ മൊബൈലിൽ കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ ബോധത്തെ വരെ ഭഗവാൻ പിടിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകളെ ഭഗവാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ലോണം ചിന്തിച്ചോ. ഇന്ന് വരെ എന്ത് തെറ്റ് ചിന്ത ഉണ്ടെങ്കിലും ശരി, തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മായിയമ്മ വിളിക്കുന്നത്. അപ്പോഴേക്കും അതോ വരുന്ന അമ്മ, ഈ തള്ളയെ കൊണ്ടൊരു സൂര്യൻ എന്ന് പറയുന്ന മനുഷ്യന് എന്തൊരു തള്ളയത്, എന്താ അമ്മേ? അതും ഭഗവാൻ കാണുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. നല്ലോണം സ്നേഹിക്കും മരുമക്കളെ. സ്നേഹിച്ചിട്ട് മോളെ അത് ചെയ്യും, മോളെ അമ്മയ്ക്ക് ഇത് വേണം, മോളെ ആ ജോലി ചെയ്യും, മോളെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കും മോളെ. എന്നിട്ട് ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴേക്കും, ഓ നല്ല മരുമോളാണ് എന്റേത്, എനിക്ക് ഒരു കുഴപ്പമില്ല, അവളെ എല്ലാ ജോലിയും ചെയ്യും. എന്നിട്ട് അവളോടെല്ലാം മേടിച്ചെടുക്കും ചെയ്യും. എന്നിട്ടോ സ്വന്തം മോള് വന്ന, ഓ എന്റെ മോളെ ഇവിടെ ഒരു പൂതനയുണ്ട്, എന്ത് ദുഷ്ടയാന്നറിയോള്, അവളുടെ ഒരു അമ്മ വിളിക്കാനുണ്ട്, മലമ്പൂതമ്മ. ഓ രണ്ടും കൂടി തുടങ്ങിയാ നിർത്തൂല ഫോൺ വിളി. എന്ത് ഗുണിഷ്ടാണാവോ ഇവള് രണ്ടും കൂടെ പറയുന്നത്.
ഇങ്ങനെയുള്ള അമ്മായിയമ്മമാരുടെ ചിന്താഗതികളും ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് ചിന്തകളെ ആദ്യം നിയന്ത്രിച്ചോളൂ. ഫസ്റ്റ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണം. മനസ്സിലായില്ലേ? ഫസ്റ്റ് ചിന്തകളെ നിയന്ത്രിക്കണം. ആ ചിന്തകളാണ് ഭഗവാൻ നോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചിന്തകൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രജ്ഞ എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ത്വരിത, അത് ഉണ്ടാവുന്നത് ഭൗതിക യോഗത്തിന്റെ സാഹചര്യത്തിൽ നിന്നാണ്, അല്ലെ? നമ്മുടെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി, ഒരു ത്വരിത ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്നല്ല ഒരു തെറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. ഉള്ളിൽ ബോധത്തിൽ നിന്നല്ല, പിന്നെയോ ഭൗതിക സാഹചര്യത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പം ആ ഭൗതിക സാഹചര്യത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പൊ ആ ഭൗതിക സാഹചര്യത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരീയമാക്കി മാറ്റണം. ഒരു സംശയവുമില്ല. ആ ഭൗതിക സാഹചര്യത്തെയും നമ്മൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യണം. അതെ, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഇന്ന് തൊട്ട് നന്നായി ചിന്തിക്കണം. സാഹചര്യങ്ങളും നമുക്ക് ഈശ്വരനോട് കണക്ട് ആക്കി വെക്കണം, അല്ലെങ്കിലും നമ്മുടെ ചിന്തകളെ അത് ബാധിക്കും. പിന്നെന്താ പറയുന്നത്? നമ്മളിപ്പം ഒരു നല്ല കളറായിട്ടിരിക്കുന്ന ഒരു കണ്ണാടി എടുത്തു, പച്ച കളർ കണ്ണാടി എടുത്താൽ ആ പച്ച കളർ കണ്ണാടിയിലൂടെ വരുന്ന വെളിച്ചം എന്തായിരിക്കും? പച്ചയായിരിക്കും, അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ചിന്തകളാണ് നമ്മളുടെ പുറത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? എന്നാൽ പുരുഷന്റെ പ്രജ്ഞ ഭൗതികതയുടെ ബാധമുള്ളതല്ല. ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൗതികവുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഭഗവാൻ ആത്മീയമാണ്, ഭഗവാനിൽ സത്വഗുണമാണ്. ഭഗവാൻ പറയുന്നതും ഭഗവാൻ പ്രവർത്തിക്കുന്നതും ഭഗവാൻ നമ്മളോട് പ്രവർത്തിക്കാൻ പറയുന്നതും ആത്മീയമായ കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥം 24 മണിക്കൂറും പൂജാമുറിയിൽ അടച്ചുപൂട്ടിയിരിക്കണം എന്നല്ല പറയുന്നത്. നന്നായി ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, ഇത്രയേ ഉള്ളൂ. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, മയാധ്യേക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്ന് പറയുന്നുണ്ട്. ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ബോധം ഭൗതികതയിൽ ബാധിക്കുന്നില്ല. യശോദാമ്മയുടെ മകനായി ജനിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ബോധം ഭൗതികമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെല്ലാം എന്താണ്? ധാർമ്മികമായിരുന്നു. ഒന്നും ഭൗതിക പ്രവർത്തികളല്ല. നമ്മൾക്ക് തോന്നും അദ്ദേഹം എന്താ പറയാ പശുക്കളെ മേയിച്ചു, അദ്ദേഹം എന്താ പറയാ ഗോവർദ്ധനഗിരി പൊക്കിയെടുത്തു, ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്, വെണ്ണ കട്ട് തിന്നു, ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണെന്ന് അല്ല. ഇതൊക്കെ ആത്മീയമായ കാര്യങ്ങളാണ്. ആ വെണ്ണ എടുത്ത് കുറെ കുരങ്ങന്മാർക്ക് ഭഗവാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട്. വെണ്ണക്കുടം തല്ലി പൊട്ടിക്കുമ്പോഴേക്ക് കുരങ്ങന്മാർ ഓടി വരും, അല്ലെ? എന്തുകൊണ്ട്? ശ്രീരാമസ്വാമിയുടെ കാലത്ത്, ഭഗവാൻ ശ്രീരാമസ്വാമിയായിരുന്ന കാലത്ത് ഭഗവാനെ സഹായിക്കാൻ, അന്ന് ശ്രീരാമസ്വാമിയെ സഹായിക്കാൻ വന്നത് മുഴുവൻ ആരായിരുന്നു? വാനരന്മാരായിരുന്നു. ആ വാനരന്മാരെ തന്നെയാണ് ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചപ്പോഴും ഫുഡ് കൊടുത്ത് ഊട്ടിക്കൊണ്ടിരുന്നത്. ഉപകാര സ്മരണ, സ്നേഹം, കരുണ. പക്ഷെ അത് യശോദാമ്മയുടെ കണ്ണിൽ എന്തായിരുന്നു? വികൃതിയായിരുന്നു. ലീലകൾ, ഭഗവാന്റെ ലീലകൾ എന്ന് പറയും നമ്മള്, അല്ലെ? അതുകൊണ്ട് ഭഗവാന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഭൗതികമല്ല, എല്ലാം ആത്മീയമായിരിക്കുന്ന അതീന്ദ്രിയമായിരിക്കുന്ന പ്രവർത്തികളാണ്. നമ്മൾ ആലോചിച്ചു വെക്കണം. അങ്ങനെ ഭഗവാൻ ചെയ്ത ഓരോ ലീലകളിലും അദ്ദേഹത്തിൻ്റെതായ ഭയങ്കരമായ ആത്മീയ പ്രവർത്തനങ്ങളാണ് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതൊന്നും ഭൗതികമായ പ്രവർത്തനങ്ങളല്ല. മനസ്സിലായില്ലേ? ഭൗതികതയാൽ ബാധിതനെങ്കിൽ ഭഗവത്ഗീതയിൽ ചെയ്യുന്നത് പോലെ അതീന്ദ്രിയ വിഷയങ്ങൾ സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹം ഭൗതികമായിട്ടുണ്ടായ ഒരു വ്യക്തിയാണെങ്കിൽ ഗീതയിൽ പറയുന്നത് പോലെയുള്ള ഒരു കാര്യവും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഭൗതികമായിട്ടല്ല വന്നിരിക്കുന്നത്, അദ്ദേഹം ആത്മീയമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കണ്ണിലാണ് മനുഷ്യ സ്വരൂപം എടുത്തു വന്നത്. മനുഷ്യ സ്വരൂപത്തിലാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓരോ ലീലകൾക്ക് പിന്നിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു.
ഭൗതികമായിട്ടാണ് അദ്ദേഹം, നമുക്ക് തോന്നും എന്താണ്, നമുക്ക് തോന്നും അദ്ദേഹം മനുഷ്യനെ പോലെയാണ് വന്നിരിക്കുന്നതെന്ന്. പക്ഷെ ആ രൂപം മാത്രമേ ഉള്ളൂ. പ്രവർത്തികളെല്ലാം എന്താണ്? പ്രവർത്തികളെല്ലാം എന്താണ്? അതീന്ദ്രിയമായിരുന്നു. അതീന്ദ്രിയ പ്രവർത്തികൾ കൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാം, ഗീതയിലെല്ലാം അതീന്ദ്രിയമായി പറഞ്ഞു തരാൻ സാധിച്ചത്. ഭൗതികമായ മലിനമായ പ്രജ്ഞയിൽ നിന്ന് മുക്തനല്ലെങ്കിൽ ഒരാൾക്കും അതീന്ദ്രിയ ലോകത്തെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല. അതായത് ഭൗതികമായിരിക്കുന്ന ലോകത്തിൽ നിന്ന് നമ്മൾ മുക്തരായിരിക്കണം. നമ്മളെ ഈ ഭൗതികമായിരിക്കുന്ന ലോകത്തുള്ള ഒന്നും ആകർഷിപ്പിക്കാൻ പാടില്ല. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് ജീവിക്കാനുള്ളതെല്ലാം നമുക്ക് കിട്ടും. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ആലോചിച്ചിരുന്നു, ചില വ്യക്തികള് എന്താ പറയാ, ഓക്കെ മതി, ചില വ്യക്തികള് ഭയങ്കര സംഭവ ബഹുലമായി കുറെ സാരികളൊക്കെ വാങ്ങി വെച്ച് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് അവര് നമ്മുടെ യൗവനാവസ്ഥയിൽ അങ്ങനെ വലിയ രാജാവിനെ പോലെ രാജ്ഞിയെ പോലെയൊക്കെ ഇരിക്കും. അവസാന കാലത്തില് അവർക്കൊന്ന് വയ്യാണ്ടായി സിവിയർ സ്റ്റേജിലേക്കൊക്കെ വരുമ്പം, ICUലൊക്കെ കിടക്കേണ്ടി വരുമ്പം ആ ICUന്ന് കിട്ടുന്ന ഒരു വസ്ത്രം, അതല്ലേ ഉള്ളൂ, ഒരു കമ്മലും മാലയും പോലും ഇടിക്കില്ല, എല്ലാം ഊരി മാറ്റിക്കും. നല്ല നല്ല സാരികൾ, ഇതൊന്നും തൊടാൻ പറ്റില്ല. വില കൂടിയ വസ്ത്രങ്ങൾ പോട്ടെ, എന്തിന്, ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പൊ പിന്നെ നമ്മൾ ഇതൊക്കെ ഈ ഭൗതികമായിരിക്കുന്ന വസ്തുക്കളുടെ പിന്നാലൊക്കെ ആഗ്രഹിച്ചു പോയിട്ട് എന്ത് കാര്യം? ഒരു കാര്യവും ഇല്ല, ഒരു കാര്യവും ഇല്ല. ചിന്തിച്ചു നോക്കണം. ഭൗതികമായിരിക്കുന്ന ഒന്നും നമ്മൾ അത്രമേൽ ആഗ്രഹിച്ചിട്ടും സ്വന്തമാക്കിയിട്ടും കാര്യമില്ല. അതാണ് അവസ്ഥ. അപ്പോ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ആരാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അവർക്ക് മാത്രമായിരിക്കും അതീന്ദ്രിയ ലോകത്തെ പറ്റി പറയാൻ സാധിക്കുക, ഭഗവാനെ കുറിച്ച് പറയാൻ സാധിക്കുക. അല്ലാത്തവർക്ക് സാധിക്കില്ല. ഇവിടെ എനിക്ക് പോലും സാധിക്കില്ല, നിങ്ങൾക്ക് പോലും സാധിക്കില്ല. കാരണം നമ്മളെല്ലാം ഭൗതികതയിൽ കണക്റ്റഡ് ആണ്. നമ്മളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഗുരുപരമ്പരയുടെ കാരുണ്യം കൊണ്ട് അവര് തന്ന പുസ്തകത്തിലൂടെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ ഗുരുപരമ്പര, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുപരമ്പര നൽകിയ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ അക്ഷരങ്ങളുടെ അറിവിലാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം ഭൗതികതയിൽ കണക്റ്റഡ് ആണ്. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായി കണക്റ്റ് ആവണം. അപ്പോ നമുക്ക് ആ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും ലഭിക്കും. അല്ലാതെ നമ്മൾ പറയുന്നതെല്ലാം ഒരു ഇമാജിനേഷന്റെ പുറത്താണ് സംസാരിക്കുന്നത്, ഒരു സങ്കല്പത്തിന്റെ പുറത്ത്. ആ സങ്കല്പത്തിൽ നിന്നാണ് നമ്മൾ ആദ്യം പുറത്തു വരേണ്ടത്. ആകയാൽ ഭഗവാൻ ഭൗതികതയാൽ മലിനമല്ല. ഭഗവാൻ കൃഷ്ണനായിട്ടും ശ്രീരാമസ്വാമിയായിട്ടും ഒക്കെ അവതരിച്ചിട്ടുണ്ടെങ്കിലും ഭൗതികതയിൽ ഭഗവാൻ മലിനമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മുടെ അവബോധം ഇന്ന് മലിനമത്രേ. നമ്മുടെ ബോധം മലിനമാണ്, അല്ലെ? നമ്മുടെ ബോധം മലിനം തന്നെയാണ്. നമ്മുടെ ബോധം ക്ലിയർ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നത്, നമുക്ക് ദേഷ്യം വരുന്നത്, നമുക്ക് സങ്കടം വരുന്നത്. ദേഷ്യം മാത്രമല്ല, സങ്കടം, വിഷമം, ഒറ്റപ്പെടൽ. ഗുരുപരമ്പരയ്ക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ല, പ്രഭുപാജിക്ക് ഉണ്ടായിട്ടില്ല, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് ഉണ്ടായിട്ടില്ല, കിഷോർദാസ് ബാബ മഹാരാജിന് ഉണ്ടായിട്ടില്ല, ഭക്തി വിനോദ് ഠാക്കൂറിന് ഉണ്ടായിട്ടില്ല, ജീവഗോസ്വാമിമാർക്ക് ഉണ്ടായിട്ടില്ല, ആർക്കുണ്ടായിട്ടില്ല. എന്തിന്? ജയപതാക മഹാരാജിനില്ല, ഇവർക്ക് ആർക്കും ഇല്ല. കാരണം എന്താ? ഇവരുടെ ബോധം മലിനമല്ല. പക്ഷെ നമ്മൾക്കൊക്കെ സങ്കടമുണ്ട്, അല്ലെ? നമുക്കൊക്കെ ചെറിയ കാര്യം മതി മോന്നും പറഞ്ഞിരുന്ന് കരയാൻ തുടങ്ങും, മോങ്ങിക്കൊണ്ടിരിക്കും. ഇല്ലേ മൊബൈൽ എടുത്തിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ അയൽക്കൂട്ടക്കാരുടെ എവിടെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഇരിപ്പാ. ഉടനെ അപ്പുറത്തുള്ള പെണ്ണുങ്ങൾ ചോദിക്കും, എന്തേ, എന്ത് പറ്റി, ചായ കുടിച്ചില്ലേ, ചോറുന്നില്ലേ, എന്തേ നിനക്കൊരു സങ്കടം പോലെ? ഓ, എന്ത് പറയാനാ ചേച്ചി, വീട്ടിലും ആകെ ഒരു സമാധാനമില്ല. എന്തേ? സമാധാനക്കേട്?
ഇങ്ങനെയാ സംസാരിക്കുക പെണ്ണുങ്ങള്. നമ്മൾ ഈ ഡബിങ്ങിന് പോകുന്നോണ്ട് ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചേട്ടൻ വല്ലതും പറഞ്ഞാ, നിന്റെ മോൻ കാശ് കൊണ്ട തരില്ലേ, നിന്റെ മരുവോൾ എന്തേലും പറഞ്ഞാ, പിന്നെ അതുമ്മ പിടിച്ച് കുറ്റങ്ങളും കുറവുകളും പറച്ചിലായി. എന്നിട്ട് അതങ്ങ് പറഞ്ഞ് കരഞ്ഞ് പോട്ടെ, കരയണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും, സമാധാനിക്ക്. ഞാൻ ചോദിക്കണം അവളോട് എന്നായിരിക്കും അടുത്ത ചോദ്യം. ഓ വേണ്ട ചേച്ചി, അത് ശരിയാവും. എന്നിട്ട് ഈ കരഞ്ഞു പിടിച്ചു പോകുന്ന പെണ്ണുങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ കേട്ട് സമാധാനിപ്പിച്ചു എന്ന മഹതി അടുത്ത ആൾക്കാരെ വിളിച്ചിട്ട് അറിഞ്ഞാ അവരെ വീട്ടിൽ വലിയ പ്രശ്നാണ്, ഭയങ്കര പ്രശ്നാ. അവൾ എന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു എന്നാ വെച്ചത്. എന്നുള്ളത് അങ്ങ് സുബ്രഹ്മണ്യൻ എന്നാക്കും. അത് അവർക്കൊരു മനസ്സുഖം, വല്ലവന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ അങ്ങ് കൊട്ടിഘോഷിച്ചപ്പോ. എന്നിട്ട് ഈ കരഞ്ഞ മഹതിയാണെങ്കിലോ, ഓ പാവം ചേച്ചി, ഞാൻ എന്തെല്ലാം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് ചോദിക്കാൻ വരണോന്ന് വരെ ചോദിച്ചു. ഈ ബലത്തിൽ അങ്ങ് പോയി വീട്ടില് ബഹളമാ. ദേ എന്നെന്തേലും പറഞ്ഞാ എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടിട്ടാ, കൂടുതൽ എന്റെ നെഞ്ചത്തോട്ട് പൊങ്കാലയിടാൻ വരണ്ടെന്ന് പറയും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. എന്തിനാ ഇങ്ങനെയൊക്കെ പോണത്? നമ്മുടെ ബോധം മലിനമല്ല. നമ്മൾ ഭഗവാനുമായി കണക്റ്റഡ് ആണെങ്കിൽ ആര് നമ്മളോട് എന്ത് ചെയ്താലും നമുക്കതൊരു വിഷമമേ അല്ല. എന്റെ അടുത്ത് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അയ്യോ കോഴിക്കോടൻ ഭാഷയല്ല അത് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള ഭാഷയാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഷയാണ്. കോഴിക്കോട് ഭാഷ അങ്ങനെയല്ല. സത്യത്തിൽ കോഴിക്കോട് ഭാഷ എനിക്ക് വരില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലവേഴ്സ് ചാനലിന് കോഴിക്കോട് മിമിക്രി ടീമിന്റെ കൂടെ സ്കിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 6 അടിച്ച പോലെ എന്നെ അങ്ങ് ഒഴിവാക്കിയവര്. വരില്ലെന്നേ, എന്താ ചെയ്യാ, കോഴിക്കോട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വരില്ല, ആ ഭാഷ വരില്ല എനിക്ക്. എന്നെ അങ്ങ് അനിൽ ബേദി എന്നൊക്കെ പറയുന്ന വലിയ ആർട്ടിസ്റ്റ് ഉണ്ട്, അനിലേട്ടനും. പക്ഷെ ഒരെണ്ണം ചെയ്തു കേട്ടോ, വലിയ ഡയലോഗും വന്നില്ല അതില്, കാരണം വരുന്നില്ല എനിക്ക്. അവരങ്ങ് പറയുമ്പോഴേക്കും നമ്മുടെ ഹരീഷ് കണാരൻ, നമ്മുടെ എന്താ ആർട്ടിസ്റ്റിന്റെ പേര്, ആ ഫീമെയിൽ ആർട്ടിസ്റ്റ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൗസ്ഫുൾ സിനിമയില്. സുരഭി, ഹരീഷ് കണാരൻ, നിർമ്മൽ പാലാഴി, ഇവരൊക്കെയാണ് പക്ക കാലിക്കറ്റ്. അവർക്ക് കാലിക്കറ്റ് ഭാഷ ഭയങ്കരമായിട്ട് കിട്ടും, പെട്ടെന്ന് കിട്ടും. എനിക്ക് കിട്ടില്ല, എങ്ങനെ പഠിച്ചെടുക്കാൻ നോക്കിയാലും കിട്ടത്തില്ല. എന്താണെന്നറിയാൻ പാടില്ല, കിട്ടില്ല. അപ്പോ അവരോട് സ്കിറ്റ് ചെയ്യാൻ പോയപ്പോ അവര് പറഞ്ഞു, നമോ ഭഗവതേ വാസുദേവായ, പൊന്നു മോളെ നീ കോഴിക്കോട്ടുകാരിയാണ്, പക്ഷെ നിനക്ക് കാലിക്കറ്റ് സ്ലാങ് വരില്ല. അതുകൊണ്ട് എന്റെ മോള് വേഗം പോയി വേറെ സ്കിറ്റ് കയറിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് മുഴുവൻ ഈ എന്താ പറയാ വേറെ ആൾക്കാരുടെ, ഈ ബിനു അടിമാലി, വിനോദ് കെടാമംഗലം, നെൽസൺ ചേട്ടൻ, പിന്നെ ഷാജി മാവേലിക്കര, അജിത് ഏട്ടൻ, അങ്ങനെയുള്ള ഫുൾ ആ ടീമിന്റെ കൂടെയാണ് എന്റെ വർക്കുകൾ മുഴുവൻ പോയത്. ചന്ദ്രൻ തിരുമല, പിന്നെ സജി മുഖത്തല, റെജി തിരുവല്ല, അങ്ങനെ പോയി. എനിക്ക് കാലിക്കറ്റ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ആഗ്രഹമാണ് കാലിക്കറ്റ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഞാള് വന്നീക്ക് പോയിക്ക് കണ്ടീക്ക് അതൊക്കെ കുറ്റിപ്പുറം ആ ഭാഗത്തോട്ട് അതൊന്നും കിട്ടത്തില്ല. ഓരോ സ്ഥലത്തിനും ഓരോ സ്ലാങ്, അത്രയേ ഉള്ളൂ. അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബോധത്തെ കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അമ്മ എന്റെ ഫോൺ എടുത്ത്. ബോധത്തെ കൺട്രോൾ ചെയ്താൽ നമ്മൾക്ക് നല്ല സുഖകരമായ ജീവിതം കിട്ടും. നമ്മളോട് ആരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെന്നേ, നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പൊ വല്ലവരും നമ്മളെ ചീത്ത വിളിച്ചു, നമ്മളതാണോ? അല്ല. നമ്മൾ മോഷ്ടിച്ചെന്ന് പറഞ്ഞു, നമ്മൾ മോഷ്ടിച്ചോ? ഒന്നുമില്ല. നമുക്ക് അങ്ങനത്തെ യാതൊരുവിധ സംഭവങ്ങളും ഇല്ല. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ലീസ്റ്റ് ബോധേഡാണ്. അവരവരുടെ എല്ലില്ലാത്ത നാവുകൊണ്ട് ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നു എന്ന് കരുതി നമ്മൾ അങ്ങനെയല്ല. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? നമ്മൾ അങ്ങനെ ആണെങ്കിൽ വിഷമിക്കണം. അയ്യോ എന്നെയാണല്ലോ പറഞ്ഞത്, ഞാൻ അങ്ങനെയാണല്ലോ എന്നൊരു ചിന്ത വരും. നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? അങ്ങനെ സങ്കടമില്ലാത്ത വ്യക്തി എന്താണ്? ഹാപ്പിയാണ്. സന്തോഷം എന്ന് പറയുന്നത് ഭഗവാന്റെ ഗുണമാണ്. സന്തോഷമുള്ള ഒരു വ്യക്തി ഭഗവാനോട് പരാതി പറയോ? സങ്കടമുള്ള ഒരു വ്യക്തിയല്ലേ പരാതി പറയാ. സങ്കടം എവിടെന്നാ ഉണ്ടാവുന്നത്? നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാ വേദനിപ്പിക്കാൻ വരുന്നത്? നമ്മൾ അങ്ങനെയാണോ? പറയുന്നവൻ പറഞ്ഞങ്ങ് പോട്ടെ, അത്ര തന്നെ. മലിനമായ പ്രജ്ഞയെ ശുദ്ധീകരിക്കണമെന്ന് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് വൃത്തികെട്ട ബോധത്തെ, നമ്മുടെ ചീത്ത ചിന്താഗതികളെ നമ്മൾ മാറ്റണമെന്ന് ഗീത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ബോധമുള്ളപ്പോൾ നമ്മുടെ പ്രവർത്തികൾ ഈശ്വരേച്ഛയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
നല്ല ബോധം ഉണ്ടാകുമ്പോൾ നല്ല പ്രവൃത്തികളെ ചെയ്യാൻ പറ്റും. ചീത്ത ബോധം ഉണ്ടാകുമ്പോൾ ചീത്ത പ്രവൃത്തികളെ ചെയ്യാൻ പറ്റും. നല്ല ബോധം വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനുമായി കണക്ട് ആവും. ഓക്കെ, അത് നമ്മെ സന്തുഷ്ടരാക്കുന്നു. നല്ല ബോധം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ആവും, നമുക്ക് സമാധാനവും ശാന്തിയും കിട്ടും. പിന്നെയോ, നാം നല്ല പ്രവൃത്തികളും നിർത്തിവെക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം. നമ്മൾ എല്ലാ പ്രവൃത്തികളും സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെന്താ പറയുന്നത്? പ്രത്യുത നമ്മുടെ പ്രവൃത്തികൾ പരിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ക്ലീൻ ആയിരിക്കണം, അല്ലെ? നമ്മളൊരു വീട് മൊത്തത്തിൽ പൊടിയാണെങ്കിൽ ആ പൊടിയിൽ തന്നെ നമ്മൾ ജീവിക്കോ? ഇല്ല. ആ പൊടി മൊത്തം നമ്മൾ ക്ലീൻ ആക്കിയെടുക്കും. നമ്മൾ ആ വീട് ഉപേക്ഷിക്കോ? ഇല്ല. നമ്മളത് ക്ലീൻ ആക്കിയെടുക്കും. അതേപോലെ നമ്മുടെ പ്രവൃത്തികളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ബോധവുമായി, മലിനമല്ലാത്ത ബോധവുമായി കണക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, പരിശുദ്ധീകരിക്കപ്പെട്ട പ്രവൃത്തികളെ ഭക്തി എന്ന് വിളിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ ഭക്തി എന്താണെന്ന്? നമ്മുടെ നല്ല പ്രവൃത്തികളാണ് ഭക്തി. അല്ലാതെ നമ്മൾ കുറെ കാവി വസ്ത്രവും ധരിച്ച് 10 മാലയും ഇട്ട് വലിയ ചന്ദനവും തൊട്ട് നമ്മള് ചെരുപ്പ് വിടാതെ 24 മണിക്കൂറും പൂജാമുറി കയറി അടച്ചിരിക്കുന്നതും, അങ്ങോട്ട് മാറുക ഇങ്ങോട്ട് നിൽക്കുക, തുടരുത്, വരരുത്, മിണ്ടരുത്, ഇതല്ല ഭക്തി. നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തി. നല്ല ബോധമുള്ള ഒരു വ്യക്തിക്ക് വിശക്കുന്നവന് അന്നം കൊടുക്കാൻ പറ്റും. നല്ല ബോധമുള്ള ഒരു വ്യക്തിക്ക് ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കാൻ പറ്റും. നല്ല ബോധമുള്ള ഒരു വ്യക്തിക്ക് ഇടാനില്ലാത്തവന് വസ്ത്രം കൊടുക്കാൻ പറ്റും. അങ്ങനെ നല്ല ബോധമുള്ള വ്യക്തികൾക്ക് നന്മയുള്ള പ്രവൃത്തി ചെയ്യാൻ പറ്റും. ഈ നന്മയുള്ള പ്രവൃത്തിയാണ് ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാത്തതിനെ ഭക്തി എന്ന് വിളിക്കാൻ പറ്റില്ല. ഇവിടം തൊട്ട് ഇവിടം വരെ വലിയ ചന്ദനം അങ്ങ് തൊടും. അപ്പൊ ഉടനെ യോ സ്വാമി അങ്ങയുടെ പാദങ്ങളൊന്ന് നമസ്കരിച്ചോട്ടെ. അപ്പൊ അയാളുടെ ഉള്ളില് പാദം മാത്രം നമസ്കരിച്ചാ പോരാ, ദക്ഷിണ വല്ലതും വേണം. ഇതായിരിക്കും ആ വ്യക്തിയുടെ ഉള്ളില്. ഒരാൾ ദൈവമായി ആ വ്യക്തി അങ്ങ് മാറും. ഉടനെ എല്ലാരും പോയിട്ട് പാദ നമസ്കാരം ചെയ്യും. എന്നിട്ട് അങ്ങ് ഇത് കയ്യിൽ വെച്ചോളൂ, അങ്ങയുടെ എന്തെങ്കിലും സന്തോഷത്തിന് എന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് ഭർത്താവ് കൊണ്ടുവരുന്ന കാശ് അങ്ങ് മടക്കി ചുരുട്ടി അങ്ങ് കൊടുക്കും. ആ കാശ് അങ്ങ് എണ്ണി നോക്കും സ്വാമി. കൊള്ളാം, 5000 ഉണ്ട്. ഈ ഭക്ത ഒരു സ്വർണമുട്ട ഇടുന്ന താറാവാണ്. ഉടനെ തഥാസ്തു. ഉടനെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ അടിച്ച് പൂജാമുറി കൊണ്ടുവച്ച് പൂടാൻ തുടങ്ങി. ഭർത്താവ് പറയും വട്ടാണ്, ഏതോ ഒരാളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്ന മുഴുത്ത വട്ട്. വേണ്ടി വന്ന അയാളുടെ പാദം മാത്രം ഫോട്ടോ എടുത്ത് വീട്ടിൽ വെച്ച് പൂജ ചെയ്യും. ഉടനെ ആ 5000 കൊടുത്ത ഭക്ത വീണ്ടും വരുമ്പം സ്വാമി നമസ്കാരം, വരൂ ഇരിക്കൂ. കാരണം എന്താ? വീണ്ടും കിട്ടും 5000. വിവരമില്ലാത്ത ഭക്ത ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി വേറൊരു ഭക്ത വന്ന് ഒരു 500 കൊടുത്താൽ സ്വാമി എണ്ണി വെക്കും. 100ന്റെ നോട്ടാ, 500 ഉള്ളൂ. ഭക്തക്ക് ഇനി 2 മാസക്കാലത്തേക്ക് ദർശനമില്ല. ഒരു 2 മാസക്കാലം കഴിഞ്ഞിട്ട് ഭക്തയ്ക്ക് ദർശനം കൊടുക്കാം. ഉടനെ ഈ ഭക്ത അടുത്ത മാസം പോവും. 500 കൊടുത്ത ഭക്ത, സ്വാമിജി തിരക്കിലാണ്, സ്വാമിജി ജപിക്കുകയാണ്, സ്വാമിജി യാത്രയിലാണ്, പൂജയിലാണ്. അയ്യോ, ഞങ്ങളെ പോയിട്ട് സ്വാമിയെ കാണാൻ പറ്റിയില്ല, സ്വാമിയെ ഞാൻ 2 പ്രാവശ്യം ചെന്നിട്ടും കാണാൻ പറ്റിയില്ല. ആ മനുഷ്യനെ ഒന്ന് കണ്ടു കിട്ടണമെങ്കിൽ ഭഗവാനെ കോടി പുണ്യം ചെയ്യണം. ഗുരുവായൂരപ്പനെ മറന്നു, ആൾ ദൈവത്തെ പിടിച്ചു. ദർശന പുണ്യത്തിനായിട്ട് 2 മാസം പോയിട്ട് സ്വാമിക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാ 500 കൊണ്ടുപോണത്? ഒരു 2000 കൊണ്ടുപോകാം. ഇതാണ് ഞാൻ ജയാമയെ ഓർത്തു എവിടെ പോയെന്ന്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളൊക്കെ ഒന്ന് മാറണം. ഭഗവാൻ പറയുന്നു അദ്ദേഹത്തിന് ഒന്നും വേണ്ട, നിങ്ങളുടെ പരിശുദ്ധമായ ഭക്തി മതി, നിങ്ങളുടെ ബോധം നന്നാക്കിയാ മതി. അത് മത്തിയും ചാളയും അയിലയും തിന്ന് ചീത്തയാക്കരുത്. ആ ബോധത്തെയാണ് ഭഗവാൻ നോക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ തന്നെ അനുഭവിക്കണം. നിങ്ങൾ ചിന്തിക്കുന്ന ബോധത്തിനുള്ള ഉത്തരം ഭഗവാൻ തരും നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ആ ചിന്തകൾ ഭഗവാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചിന്തകൾക്കുള്ള പണി ഭഗവാൻ കൃത്യമായിട്ട് തരും. നിങ്ങളുടെ പ്രവർത്തിക്കുള്ള പണി നിങ്ങൾ തന്നെ സ്വയം സ്വീകരിക്കുന്നുണ്ട്. വടി കൊടുത്ത് അടി വാങ്ങുന്നുണ്ട്, അല്ലേ? 5000 2000 ഒക്കെ സ്വാമിമാർക്ക് കൊണ്ട് കൊടുത്ത് സ്വാമിമാരോട് അവസാനം തിരിച്ച് അടി വാങ്ങിയിട്ട് മൂലക്കൽ വന്നിരിക്കും.
അയാളെ വെറുതെ വിടരുത്, അയാളെ ശരിയാക്കണം, അയാളെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉടനെ ഭർത്താവ് പറയും, ഇതാണ് പറഞ്ഞത് മക്കളെ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചീടന വേണമെന്ന്. ഓക്കെ രത്നമാതാജി. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ വാങ്ങിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ബോധത്തിന്റെ ഫലം ഭഗവാൻ നമുക്ക് തരും. മനസ്സിലായില്ലേ? അപ്പം ഈശ്വരനെ ഈശ്വരനായി കാണുക, മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊന്ന് പുറത്തേക്ക് വരിക. അമ്മേ, അതാണ് വേണ്ടത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അപ്പൊ ഭക്തി എന്താണെന്നുള്ള കാര്യം നന്നായി മനസ്സിലാക്കുക. നല്ല ചിന്ത, നല്ല പ്രവൃത്തി, ഇതാണ് ഭക്തി. അല്ലാത്തത് ഭക്തിയല്ല. ഭക്തിയിലും പ്രവൃത്തികൾ സാധാരണ പ്രവൃത്തികൾ പോലെ തന്നെയായിരിക്കും. ആഹാ, എത്ര മനോഹരം! ഗീതയാണിത്, ഗീത. ഒന്ന് മനസ്സിലാക്കൂ, ഇതാണ് ഗീത. ഭക്തിയിലും പ്രവൃത്തികൾ സാധാരണമായിരിക്കും. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? അയ്യോ നാരായണ, എനിക്ക് വയ്യ, എന്റെ പൊന്നു കണ്ണാ കിച്ചുട്ടാ, നീ റോക്ക് സ്റ്റാർ ആണ്. ഇതൊക്കെ ഞാൻ കുറച്ചു നാളെ മുമ്പേ പറഞ്ഞപ്പോ ആൾക്കാർക്ക് പുച്ഛമായിരുന്നു. പുച്ഛന്നാട്ടോ ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പം നോക്കൂ, ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഭക്തിയിലും പ്രവൃത്തികൾ സാധാരണ പ്രവൃത്തികളായിരിക്കുന്നു. എന്താ കാര്യം? ഒരു സാധാരണ മനുഷ്യനെ പോലെ ജോലി ചെയ്ത്, സാധാരണ വ്യക്തിയെ പോലെ സംസാരിച്ച്, സാധാരണ വ്യക്തിയായി ജീവിക്കുന്ന വ്യക്തിയും ഭക്തി തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവന് 2 കൊമ്പും 2 വാലും 3 കണ്ണും 4 തലയൊന്നുമില്ല. ആ വ്യക്തിയും മനുഷ്യനാണ്. ആ വ്യക്തിയെ മനുഷ്യനായി തന്നെ കാണൂ എന്ന് ഗീത പറയുന്നു. ഇനിയെങ്കിലും മാറി ചിന്തിക്കുക. പരമഭക്തൻ എന്ന് പറഞ്ഞുകൊണ്ട്, പരമഭക്ത എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും വലിയ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൊടുക്കരുത്. മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ഒരു പരമഭക്തൻ കഴിച്ച ഭക്ഷണത്തിന് വേണ്ടി ഇടികൂടിയ ഭക്തോത്തമ സമ്പ്രദായ കൂട്ടങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. യോ, ഞങ്ങളുടെ പരമഭക്തൻ കഴിച്ച ഭക്ഷണത്തിന്റെ ഉച്ഛിഷ്ടം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ജന്മം സഫലമായെന്നും പറഞ്ഞ് ഇവളുമാര് സ്വന്തം ഭർത്താവിന്റെ പ്ലേറ്റോ അറപ്പോട് കൂടി എടുത്തിട്ടാണ് ബാസ്ക്കറ്റ് ഇടുക. അല്ലേ പറയും, വേണേ കൊണ്ടുപോയി കഴിക്കോളാൻ പറഞ്ഞു. അങ്ങനെയുള്ള സ്ത്രീകൾ പരമഭക്തന്റെ ഉച്ഛിഷ്ടം കഴിക്കാൻ അടികൂടിയ ദിവസങ്ങളും സാഹചര്യങ്ങളുണ്ട്. ഞങ്ങളിൽ പലർക്കും അതറിയാം. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട കാലമായിരുന്നേ. 2023 കുറച്ച് മാറി ചിന്തിക്കൂ. ഭഗവാൻ പോലും എത്ര അഡ്വാൻസ്ഡ് ആണ്. ഭഗവാൻ പോലും വളരെ ഫാസ്റ്റ് ആണ്. ആ സൂപ്പർ ബിന്ദു മാതാജി, ഞാനും വരുന്നു ഏറ്റുമാനൂരപ്പനെ കാണാൻ. ഭഗവാൻ പോലും മാറി ചിന്തിച്ചിരിക്കുന്നു. ഭഗവാൻ കഴിച്ച പ്രസാദമാണെങ്കിൽ മഹാപ്രസാദം. ഇനി ഭഗവാൻ പറയുന്ന രീതിയിൽ ജീവിക്കുന്ന ജയപതാക മഹാരാജിനെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ ലൈഫ് കണ്ടാൽ അറിയാം അവരൊക്കെ പരമഭക്തരാണെന്ന്. അല്ലാത്ത കുറെ സ്വാമിമാരുടെയും സ്വാമിനിമാരുടെയും പിന്നാലെ ഓടുന്ന ഭക്തോത്തമകളുണ്ട്. അവർക്കൊരു പാഠമാണ് ഈ പറയുന്ന മറ്റെന്താ പറയുന്നത്, ഗീത എന്ന് പറയുന്നത്. അമ്മേ ഞാൻ ശരിയാക്കും ജയാമേ. കേട്ടോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്തോത്തമമാർ ഒരു ഗീത എടുക്കുക, ഒരു 2 ദിവസം ചാളയും അയിലൊക്കെ ഒന്ന് ഒഴിവാക്കുക, ഒന്ന് മനസ്സിരുത്തി വായിക്കുക. വാട്ട് ഈസ് ഭക്തി? എന്താണ് ഭക്തി? മനസ്സിലായി? എന്താണ് ഭക്തി? ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ സാധാരണ വ്യക്തികളായിരിക്കും. വലിയ സംഭവ ബഹുലമായ വ്യക്തികളൊന്നും ആവില്ല. അവർക്ക് അങ്ങനെ അമാനുഷികമായ കഴിവുകളൊന്നും ഉണ്ടാവില്ല. യഥാർത്ഥ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തി സാധാരണ വ്യക്തിയാണ്. ആ വ്യക്തി പറയുന്നതും കറക്റ്റ് ആയിരിക്കും. ആ വ്യക്തിക്ക് മറ്റ് വേറെ വേഷവിധാനങ്ങളും കാര്യങ്ങളും സ്പെഷ്യൽ സോണൊന്നും ഉണ്ടാവില്ല. അത് ആദ്യം ചിന്തിക്കുക. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തികൾ ശരിയായിരിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എല്ലായിടത്തും ഈ പറയുന്ന ഭക്തി പ്രഹസനങ്ങൾ മുട്ടി മുളക്കാൻ കാരണം നമ്മളെ പോലുള്ള വിഡ്ഢികളാണ്. ആ വിഡ്ഢികളായ നമ്മളൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം. അല്ല, എല്ലാവരും അങ്ങനെയായിരുന്നു മാതാജി. ഓമനാമ്മ ഈ പറയുന്ന ഞാനും അങ്ങനെയായിരുന്നു. ഭഗവാൻ നമ്മളിൽ എന്തോ ഒരു കാരുണ്യം തന്നപ്പം ശരി ഏത് തെറ്റേതെന്ന് നമുക്കൊരു ബോധ്യം വന്നു. ആ ബോധ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്ത്, ഇത് അങ്ങോട്ട് എടുത്ത് കയ്യില്, എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, എന്താണെന്നൊന്ന് പഠിക്കണം. എടുത്തപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അപ്പോഴാണ് നമുക്ക് ബോധം വന്നത്. ആ ബോധത്തിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. ഓക്കെ, എന്നാൽ അവ അകളങ്കിതമായിരിക്കും. ഒരു യഥാർത്ഥ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി സാധാരണ ഒരു മനുഷ്യനെ പോലെ ആയിരിക്കും. അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു കളങ്കവും ഉണ്ടാവില്ല, ഒരു കള്ളത്തരവും ഉണ്ടാവില്ല. നോർമൽ പേഴ്സൺ ആയിരിക്കും.
നമ്മളെ പോലെ, നിങ്ങളെ പോലെ, എന്നെ പോലെ സാധാരണ വ്യക്തി. ഓ ശ്രീകുമാരി മാതാജി പോയിട്ട് വരും. ഗുരുവായൂർ മഞ്ജരീസിന്റെ പേരിൽ ഒരു നാഗപൂജ ചെയ്യൂ കേട്ടോ. എന്നിട്ട് എനിക്ക് മഞ്ജരീസിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ, പേയ്മെന്റ് ഞാൻ അയച്ചുതരാം. ഓ പിന്നല്ലാതെ എന്റെ പൊന്ന് ഗീതമ്മേ, വൈകിയല്ലേന്ന് ബോധം വന്ന ഗീതം എന്നെ കളിയാക്കുന്നു. കുറച്ചൊക്കെ വൈകിയാണ് ബോധം വന്നത്, പക്ഷെ അത്രയ്ക്ക് വൈകിയില്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഗുരുവായൂരപ്പന്റെ കാരുണ്യം. അല്ല, സ്വന്തം അനുഭവത്തിൽ നിന്നൊക്കെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്, കുറെയൊക്കെ ഗീതയിൽ നിന്നും. ഫസ്റ്റ് ബേസിക്കലി അടിസ്ഥാനം ഗീതയാണ്. നമ്മൾക്കൊരു ബോധം വരണം ആദ്യം, എന്നാലേ നമ്മൾ രക്ഷയോടെ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കഥ തദൈവയാണ്. മനസ്സിലായില്ലേ? അല്ലെ ഭഗവാൻ പറയും, നീ മറ്റേ ഭൂമിയിൽ ജനിച്ച സമയത്ത്, അമ്പിളിയായി ജനിച്ച സമയത്ത് നിന്റെ കയ്യിൽ ഞാൻ ഗീത തന്നില്ലേ? നിനക്ക് എന്നെ വായിച്ചാ? നിനക്ക് വായിക്കാനുള്ള അറിവ് തന്നിട്ടില്ലേ? നിന്റെ കയ്യിൽ ഞാൻ ആൻഡ്രോയിഡ് ഫോൺ തന്നിട്ടില്ലേ? നിനക്ക് അത് പ്രവർത്തിപ്പിക്കാനൊക്കെ അറിയാലോ? നിനക്ക് ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നീ നിന്റെ ഫോട്ടോ ഇട്ട് കളിച്ചല്ലേ? ആ സമയം കൊണ്ട് അവിടെ ഒരു പെങ്കൊച്ചിരുന്ന് ക്ലാസ് എടുത്തിരുന്നല്ലോ. അപ്പൊ അത് കേട്ടുകൂടായിരുന്നോ നിനക്ക്? അപ്പൊ നിനക്ക് ബോധം വരുമായിരുന്നില്ലേ? ഞാൻ നിന്നെ അനുഗ്രഹിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അത് ഉപയോഗിക്കാത്ത എന്റെ കുറ്റാണോ എന്ന് ഭഗവാൻ ഇങ്ങോട്ട് ചോദിക്കും നമ്മളോട്. വെറുതെ നമ്മൾ ഭഗവാന്റെ മുമ്പ് പോയി നാണം കെട്ട് തലകുനിച്ച് നിൽക്കണ്ട. നമ്മളിപ്പോ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിക്കോളൂ. അജ്ഞനായ ഒരു വ്യക്തിക്ക് സാധാരണക്കാരനെ പോലെ തന്നെയാണ് ഭക്തനും പ്രവർത്തിക്കുന്നത് എന്ന് തോന്നാം. പിന്നെ വളരെ കുറച്ച് വിജ്ഞാനം മാത്രമുള്ള അയാൾക്ക് ഭക്തന്റെ പ്രവൃത്തികൾ അവിശുദ്ധ ബോധമായ ഭൗതികതയാൽ മലിനമല്ലെന്ന് കാണാൻ കഴിയുകയില്ല. നമ്മൾക്ക് ഒരു അസാധാരണ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പറയും, ഓ അവരുടെ വേഷവും ഭാവവും ഒക്കെ കണ്ടില്ലേ, അവർക്ക് എന്തോ ശക്തിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോവുക. പക്ഷെ ഒരു നല്ല ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എല്ലാം തുല്യമാണ്. നമ്മൾ പോയി ഭഗവാന്റെ കാല് പിടിക്കൂന്നേ. എന്തിനാണ് ഈ ആൾദൈവങ്ങളുടെ കാല് പിടിക്കാൻ പോണത്? ഞാൻ കണ്ടിട്ടുണ്ട് ആൾദൈവങ്ങളുടെ കാലൊക്കെ കരിക്കും വെള്ളം കൊണ്ട് കഴുകി കൊടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഭഗവാനെ ഈ ഒരു കരിക്കിന് 25 രൂപ കൊടുക്കണ്ടേ? ആ കരിക്കും വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിന്. സാത്വികമായിട്ടുള്ള ഒരു പാനീയം നമുക്ക് കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അത്രയെങ്കിലും ബോധത്തെ രക്ഷിക്കാമായിരുന്നു. പോട്ടെ, ആ കരിക്കെടുത്തിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവശയായി കിടക്കുന്ന ഒരാൾക്ക് കൊണ്ടേ ഒഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് കുറച്ചെങ്കിലും ജീവൻ വെച്ചേനെ. അല്ലാണ്ട് നേരെ കൊണ്ടുപോയിട്ട് ആൾദൈവങ്ങളുടെ കാല് കഴുകാനും അവരെ കുളിപ്പിക്കാനും ഒക്കെയാണ് ഈ കരിക്കും വെള്ളവും പാലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഒരു കവർ പാലിന് ഭഗവാനെ നോർമലി മിൽമാ പാലാണ് 25 രൂപ കൊടുക്കണം. നമ്മളിവിടെ ഭഗവാന് വാങ്ങുന്ന പാല് തനി നാടൻ പാല്, അതിൻ്റെ അകത്ത് ഇതുപോലെ എടുക്കില്ല. അങ്ങനെ പശുവിന്റെ പാല് കറന്നെടുത്ത് കൊണ്ടുവരികയാണ്. അത് കാരണം കുറച്ച് പശുക്കൾ അവര് ഒന്നരാടം നമുക്ക് ഈ പാല് കൊണ്ട് തരുന്നത്. അത്രയും ശുദ്ധമായ പാല്, ഒന്നും മാറ്റാത്ത പാല്. അതിന് 100 രൂപ കൊടുക്കണം. ഈ പാലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഓരോ ആൾദൈവങ്ങളെ കുളിപ്പിക്കുന്നത്. ഒരു ഓണം സീസൺ വന്നു കഴിഞ്ഞാലേ ഓക്കെ മാതാജി, ഗീത മാതാജി, താങ്ക് യു. ആരൊക്കെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ ജിപേ ചെയ്തുതരാം. ആൾദൈവങ്ങള് ഒരു ഓണ സീസൺ വന്നു കഴിഞ്ഞാല് പൂക്കടയിൽ നിന്ന് നമ്മൾ തല്ലുടണം. ചേട്ടാ ഒരു 50 രൂപയ്ക്ക് പോവെന്ന് പറഞ്ഞാൽ അവനെ ഏതാണ്ട് സ്വർണം തരുന്നതിനേക്കാളും 100 വട്ടം തൂക്കി പിന്നെ ഇങ്ങോട്ടിട്ട് പിന്നെ അങ്ങോട്ടിട്ട് പിന്നെ ഇങ്ങോട്ടിട്ട് പിന്നെ അങ്ങോട്ടിട്ടിട്ടാണ് ഒരു കവർ പൂ തരിക. അങ്ങനത്തെ പൂ കൊട്ടക്കണക്കിന് കൊണ്ടുപോയിട്ടാണ് ആൾദൈവങ്ങളെ തലയോടെ ഇടുന്നത്. എന്നിട്ട് ആ പൂക്കൾ വാരിയിട്ട് ഭഗവാനെ 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 ഭഗവാനേ സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി പൂജിച്ച് ചെപ്പിലാക്കി ഭണ്ണാരത്തിലാക്കി വെച്ചിരിക്കുക. അത് ഞങ്ങളുടെ സ്വാമിയുടെ തലേ കൂടെ വന്ന പൂവാന്നും പറഞ്ഞുകൊണ്ട് എന്തോത്തിന് നാണാവില്ലേ ഒരു മനുഷ്യന് ഇതൊക്കെ ചെയ്യാൻ? വെറും നാണം തോന്നില്ലേ നമുക്ക്? നമ്മളെ പോലെയല്ലേ അവരും ജനിച്ചത്, നമ്മളെ പോലെയല്ലേ അവരും ജീവിക്കുന്നത്. ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരീയ ഗുണങ്ങളെ ലോകത്തിന് യഥാർത്ഥമായ രീതിയിൽ പറഞ്ഞു കൊടുക്കും, ആ രീതിയിൽ ജീവിക്കും. ഒരു അമാനുഷിക ശക്തിയും അവനിലില്ല എന്ന് അവന് നല്ല നല്ല ബോധ്യം വരും. ഇപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, തോരൻ വെക്കണം, കുറച്ച് തുണി കഴുകാനുണ്ട്, അതുകൊണ്ടേ മേലെ വിരിച്ചിടണം. ഉച്ചയ്ക്ക് 12:30 ഭഗവാന് നിവേദ്യം കൊടുക്കണം, കുറച്ച് ഡബ്ബിങ് കൊണ്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ പാക്കിംഗ് ഉണ്ട്, അത് ചെയ്യണം. പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. 2 ദിവസത്തെ പൂവിന്റെ വേസ്റ്റ് ഉണ്ട്, അതൊക്കെ കൊണ്ടുപോയി കളയണം. ഫിനോയിൽ തീർന്നു പോയി, അത് മേടിക്കണം, ടോയ്ലറ്റ് കഴുകണം. സാധാരണ വ്യക്തികളെ പോലെ ജീവിക്കുക. ഒരു അമാനുഷിക ശക്തി നിങ്ങളിലും ഇല്ല, എന്നിലും ഇല്ല. കാരണം എന്താ? നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഈ പറയുന്നത് എവിടെ നിന്നാണ്? ഭഗവാന്റെ കഴിവ് കൊണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട്, അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ധാരാളം ജയമാതാജി ചെയ്തോളൂ, ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര്, അദ്ദേഹം നിശ്ചയിച്ച രീതിയിൽ
ഒരു അണു ഇടമാറാതെ ജീവിച്ച ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ നമുക്കൊന്നും ഒരു കഴിവുമില്ല, ഒരു ഗുണവുമില്ല. ഇത് ഭഗവാന്റെ 4 സ്തോത്രങ്ങളോ കഥകളോ പറയുമ്പോഴത്തേക്ക് അയാള് ദൈവമായി. ഇതാണ് നാട്ടിൽ നടക്കുന്നത്. പിന്നെ ആ വ്യക്തി അങ്ങ് പിന്നെ ആ ദൈവത്തെ കാണാനായി ഓട്ടവും തിരക്കും തിക്കും. നമ്മൾ നമ്മളെ സമുദായത്തെ ഓർത്ത് ലജ്ജിക്കേണ്ട സമയം കഴിഞ്ഞു. സത്യം, ഞാൻ വെറുതെ പറയല്ല, ലജ്ജിക്കേണ്ട നേരം കഴിഞ്ഞു. നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണും, ഈശ്വരനെ ഈശ്വരനായി കാണും. ഗീതയിൽ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഒക്കെ വീട്ടില് ഭഗവത്ഗീതയുണ്ട്. എന്താ ചെയ്യണേന്നറിയോ? പൂ വെച്ച് പൂജിച്ചോണ്ടിരിക്കുക. എന്തോത്തിന്? ഭഗവാൻ പറഞ്ഞോ ഗീത പൂജിക്കാൻ? ജീവിക്കുന്ന സമയത്രയും വായിക്ക് ഗീത. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് കേൾക്കാം. ഗീത ഭഗവാന്റെ അതീന്ദ്രിയമായ രഹസ്യമാണ്. ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥം. അത് പൂവിട്ട് പൂജിച്ചിട്ട് അത് വായിക്കാൻ നേരമില്ല. വാട്സപ്പിൽ വന്ന മെസ്സേജ് അങ്ങനെ വായിക്കും, ഫുള്ള് ഇരുന്ന് വായിക്കും. ഓഡിയോസ് അങ്ങ് കേൾക്കും, ഇരുന്ന് ഭയങ്കര ശ്രദ്ധയോടെ കേൾക്കും. അതൊരാളെ കുറ്റവും കൂടിയാണ്, പിന്നെ പറയണ്ട. ചത്ത് മരിച്ചങ്ങോട്ട് ചെവിക്കാത്ത് കയറ്റി വെച്ച് കേൾക്കും. എന്നാൽ അതീന്ദ്രിയ രഹസ്യം വായിക്കാൻ സമയമില്ല. മനസ്സിലായില്ലേ? അതീന്ദ്രിയ രഹസ്യം വായിക്കാൻ സമയമില്ല. നമ്മൾ മാറിയേ പറ്റൂ. ചേഞ്ച് ആവണം. നമ്മൾ ചേഞ്ച് ആയേ പറ്റൂ. നമ്മള് നിർബന്ധമാണ്. നമ്മുടെ ബുദ്ധിയെ നമ്മൾ കുറച്ചും കൂടെ വൈഡായിട്ട് ചിന്തിക്കുക. ആ ബുദ്ധിയിൽ ഭഗവാൻ ഇരിക്കുന്നു. ആ ബുദ്ധി ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് ആ ബുദ്ധിയെ നമ്മൾ ഉള്ള നോൺ വെജും കഴിച്ച് തെറ്റായ രീതിയിൽ ജീവിച്ച് ബോധമണ്ഡലത്തെ നശിപ്പിക്കാനല്ല. ആ ബുദ്ധിയെ നല്ല രീതിക്ക് ഉപയോഗിച്ച് ഭഗവാനെ അറിയാനാണ്. എന്നിട്ട് സാധാരണ വ്യക്തിയെ പോലെ അങ്ങ് ജീവിക്കുക. മനസ്സിലായില്ലേ? ജയപതാക ഗുരു മഹാരാജ് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? മഹാരാജിന്റെ ഫോട്ടോ ഗുരുപരമ്പരയുടെ കൂടെ വെക്കരുത് എന്ന്. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം സാധാരണ മനുഷ്യനാണ്, നമുക്ക് അദ്ദേഹം ഗുരുദേവാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിത രീതി, അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അദ്ദേഹം ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ വെക്കരുത്. കാരണം എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗുരുപരമ്പരയുടെ കുറച്ചു പേരെങ്കിലും കണ്ടു കാണും. വലിയൊരു ഫോട്ടോ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു. അതിൽ നമ്മുടെ ജയപതാക മഹാരാജിന്റെ ഫോട്ടോ വെച്ചിരുന്നു. അപ്പൊ ജയപതാക മഹാരാജ് ചെന്നൈയിൽ വന്നപ്പോ ഞാൻ ഈ ഫോട്ടോ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇസ്കോണിൽ പോയി മഹാരാജിന്റെ അടുത്ത്. അപ്പം എന്താ അറിയില്ല, മഹാരാജ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ റൂമിൽ റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ മഹാരാജിന്റെ കൂടെയുള്ള അസിസ്റ്റൻസ് അവരൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ അവര് വന്നു. അപ്പൊ അജിത് ദാസ് പ്രഭുവും വേറെ 1-2 പ്രഭുക്കന്മാരും വന്നിട്ട്, ഹരേഷ്ണ മാതാജി, ഹരേഷ്ണ പ്രഭുജി, മഹാരാജ് റെസ്റ്റിലാണ്, കുറച്ച് കഴിയുമ്പോൾ ക്ലാസ് തുടങ്ങും. ഓക്കെ ശരി. അപ്പൊ മഹാരാജിന് വേണ്ടി എന്തെങ്കിലും സേവനങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. എന്താ മാതാജി ഇത്? ഞാൻ പറഞ്ഞു, ഇത് മഹാരാജിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റാണ്. എന്താ അത്? ഞാൻ പറഞ്ഞു, അതൊരു ഫോട്ടോ ആണ്. എന്ത് ഫോട്ടോ? ഭഗവാന്റെ? അല്ല, അത് ഗുരുപരമ്പരയുടെ. ഓ, ഗുരുപരമ്പരയുടെ ഫോട്ടോ ആണോ? അതിങ്ങനെ ഞാൻ കവർ ചെയ്തിരിക്കണം. നോക്കട്ടെ മാതാജി. അതിനെ ഞാൻ എടുത്ത് കാണിച്ചു. അയ്യോ മാതാജി, വേഗം കൊണ്ടുപോയി ഇത് ചേഞ്ച് ചെയ്യൂ. ഇതിൽ ഗുരു മഹാരാജിന്റെ ഫോട്ടോ ഉണ്ട്, ജയപതാക മഹാരാജിന്. അത് വെച്ചിട്ട് മഹാരാജിന് ഗിഫ്റ്റ് കൊടുക്കുക. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല മാതാജി, പെട്ടെന്ന് ചേഞ്ച് ചെയ്യൂ. അത് വെക്കണ്ട, അദ്ദേഹം ഇഷ്ടപ്പെടില്ല, അദ്ദേഹം സമ്മതിക്കില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോ വെക്കാൻ. നിങ്ങൾക്കറിയാമോ, 1.5 മണിക്കൂർ യാത്രയുണ്ട് മഹാരാജ് ഇവിടെ വന്ന താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക്, എന്റെ ഫ്ളാറ്റിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര, ഏകദേശം 1 മണിക്കൂറോളം കാണും ട്രാഫിക് ഇല്ലെങ്കിൽ. ഞാൻ എന്റെ വീട്ടിന്റെ അടുത്ത് നിന്ന് ആ ഫോട്ടോ ശരിയാക്കിയത്. ആ ഫ്രെയിമൊക്കെ ഊരണ്ടേ. ഇനി 1 മണിക്കൂർ തിരിച്ചും ഞാൻ കാറെടുത്ത് ഇങ്ങോട്ട് യാത്ര ചെയ്തു. എന്നിട്ട് ആ ചേട്ടനെ കണ്ട്, ചേട്ടാ ഇതൊന്നും ശരിയാക്കുക. അയ്യോ മാഡം, ഇത് ரொம்ப ടൈം ആകും മാഡം, ഇതെല്ലാം റിമൂവ് പണി എടുക്കരുത്. സാർ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് റെഡിയാക്കി തരണം. അങ്ങനെ അയാൾ അത് റെഡിയാക്കി തന്നു. എന്നിട്ട് ഞാൻ അജിത് ദാസ് പ്രഭുവിനെ വിളിച്ചു. പ്രഭുജി ടൈമായി, 10 മണിയാവുന്നു, ഞാൻ നാളെ വരാം പ്രഭുജി. മാതാജി ഫോട്ടോ? അതെല്ലാം റെഡി ആയിട്ടുണ്ട് പ്രഭുജി. അയ്യോ മഹാരാജിന്റെ ഫോട്ടോ അതിൽ നിന്ന് റിമൂവ് ചെയ്യൂട്ടോ. ഓക്കെ പ്രഭുജി. നെക്സ്റ്റ് ഡേ അതെല്ലാം ശരിയാക്കി നമ്മുടെ ഗുരുപരമ്പരയുടെ ഫോട്ടോസ് മാത്രമായിക്കൊണ്ട് ഞാൻ നേരെ മഹാരാജിന്റെ അടുത്ത് പോയി. മഹാരാജിന് അത് ഗിഫ്റ്റ് ചെയ്ത് അദ്ദേഹം അത് നോക്കി നേരെ അനുഗ്രഹിച്ചു. ഹാപ്പി. ഗുരു മഹാരാജിന്റെ ഫോട്ടോ തനിയെ എടുത്ത് ഞാൻ വെച്ചു. ഇത് ഒരു യഥാർത്ഥ ഭക്തൻ, ഇതൊരു പ്രചരണം ചെയ്യുന്ന യഥാർത്ഥ ഭക്തൻ. അതേസമയം ചില ആൾദൈവങ്ങൾ അവരുടെ ക്ഷേത്രങ്ങളിൽ അവരുടെ ഫോട്ടോ സെയിൽ ചെയ്യാണ്. ചിന്തിച്ചു നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് വാങ്ങിക്കൊണ്ടുപോയി പൂജിക്കുന്ന നമുക്ക് എന്ത് വിവരവും ബോധവും ഉണ്ടെന്ന് ആലോചിക്കും. പല ആൾദൈവങ്ങളുടെ ഫോട്ടോയും ഉണ്ട്. അവരവരുടെ ക്ഷേത്രങ്ങളിൽ അവരത് വിൽക്കുകയാണ്. അവർ പയ്യെ ഒരു ക്ഷേത്രം കെട്ടിയുണ്ടാക്കും.
എന്നിട്ട് അവരുടെ ഫോട്ടോ അവരവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഫോട്ടോയ്ക്ക് പല ഫ്രെയിമും അടിച്ച്, ഏറ്റവും നല്ല ഫ്രെയിമും അതിന് കുറെ ലൈറ്റും വെച്ച് ഭക്തരെന്ന് വിളിക്കാൻ പറ്റുമോ? ഭഗവാൻ കാർക്കിച്ച് തുപ്പും നമ്മുടെ നേരെ. ഇത്രയും നല്ല ഗീത പറഞ്ഞു തന്നിട്ട് എന്ത് വിവരം കെട്ട ഏർപ്പാടായി ഈ മനുഷ്യർ ചെയ്യുന്നതെന്ന് ഓർക്കും. ഭഗവാന് തന്നെ നമ്മളെ വെറുത്തു പോകും, സത്യം. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിക്കണം, നമ്മൾ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായി ചിന്തിക്കണം. നമ്മൾ ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്, മനുഷ്യനെയല്ല ആരാധിക്കേണ്ടത്. മനുഷ്യൻ മനുഷ്യനാണ്. ഒരു നല്ല ഗുരുവിനെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്നുള്ളത് പോലും ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ എല്ലാം തികഞ്ഞ ഗുരുവിനെ വേണം നമ്മൾ സ്വീകരിക്കാൻ. അവരെ നമുക്ക് വണങ്ങാം, അവരുടെ പാത പിന്തുടരാം. മനസ്സിലായില്ലേ? അതാണ് വേണ്ടത്. അതുകൊണ്ട് ഗീതയിൽ പറയുന്നു, ഒരു ഭക്തൻ, ഒരു ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തിയായിരിക്കും. അവരുടെ പ്രവൃത്തികളും സാധാരണ പ്രവൃത്തികളായിരിക്കും. ഒരു മാറ്റവും അതിൽ നിന്നുണ്ടാവില്ല, ഒരു വിശേഷപ്പെട്ട മാറ്റങ്ങളും അതിലുണ്ടാവില്ല. പിന്നെന്താ പറയുന്നത്? വളരെ കുറച്ച് വിജ്ഞാനം മാത്രമുള്ള അയാൾക്ക് ഭക്തന്റെ പ്രവൃത്തികൾ അവിശുദ്ധബോധമായ ഭൗതികതയിൽ മലിനമല്ല എന്ന് കാണാൻ പറ്റും. കുറച്ച് തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആൾക്കാരാണെങ്കിലേ ഒരു നല്ല ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവരൊരു സാധാരണ വ്യക്തി, അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സാധാരണ പ്രവൃത്തികളാണ്, അതിൽ നിന്ന് വ്യത്യസ്തമായി അവരൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അതിൽ ഒരു നല്ല ധർമ്മമുണ്ട് എന്ന് കുറച്ച് തലയ്ക്കകത്ത് ആൾതാമസമുള്ള വ്യക്തികൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിരിക്കും ആ വ്യക്തികൾ. പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കും അതീതമാണ് ഒരു ഭക്തന്റെ പ്രവൃത്തികൾ. അതായത് എന്താണ്? രജോ ഗുണം തമോ ഗുണം ഒന്നും ബാധിക്കില്ല. സത്വഗുണം അത്രയങ്ങ് നിറഞ്ഞു നിൽക്കും. കരയുന്നവനോടൊരു വിഷമം തോന്നും, സഹായ മനോഭാവം ഉണ്ടാവും, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണും, വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കും. എല്ലാം ഗീതയിൽ പറഞ്ഞ കാര്യമാണ്. ഇതാണ് ഗീത, ഇതാണ് ഗീത. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതയാണ്, എന്റെ സ്വന്തം വേർഡ്സ് അല്ല. എങ്കിലും അവ നമ്മുടെ ബോധം ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ബോധത്തെയാണ് ഭഗവാൻ എല്ലാത്തിനെയും ആശ്രയമാക്കാൻ പറയുന്നത്. നല്ല പ്രവൃത്തികളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ബോധത്തെ നമ്മൾ ക്ലീൻ ആക്കണം. അപ്പൊ നമ്മുടെ കണ്ണുകൾ അങ്ങ് തുറക്കും. അല്ലാതെ കുറെ ഐലൈനർ ഒക്കെ വാരി തേച്ച് എന്റെ കണ്ണുകൾ കാവ്യമാധവന്റെ കണ്ണുകൾ പോലെ ഇല്ലേ എന്നും ചോദിച്ച് വലിയ ലെൻസൊക്കെ പിടിപ്പിച്ചിട്ട് കാണേണ്ടതൊന്നും കാണൂല, വലിയ കണ്ണും വെച്ച് നടക്കും, പക്ഷെ കാണേണ്ടതൊന്നും കാണില്ല, കാണേണ്ടതൊന്നും കാണില്ല. കണ്ണ് തുറന്നിരിക്കും, പക്ഷെ ഒന്നും കാണില്ല. ചെവി തുറന്നിരിക്കും, കേൾക്കേണ്ടതല്ല കേൾക്കുക. അപ്പൊ എന്ത് വേണമെന്നറിയോ? നമ്മള് ഹണി റോസിന് ടെമ്പിള് കൺസ്ട്രക്ട് ചെയ്യാനോ? ചെയ്തോട്ടെ. ആ നേരം കൊണ്ട് 10 പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തിരുന്നെങ്കിൽ. ഇങ്ങനെ മോശമാണ് ഈ ചിന്താഗതികളൊക്കെ. ആ വട്ടം ചെയ്തോട്ടെ, ആ വട്ടന് വട്ടായതുകൊണ്ട് അയാള് ചെയ്തോട്ടെ, എന്താ പറയാ. അപ്പൊ നമ്മള് എന്താ മനസ്സിലാക്കണ്ടേന്ന് അറിയാമോ? നമ്മളെ ബോധം മലിനമാവാതിരിക്കുക, ആ ബോധത്തിലൂടെ ഭഗവാനെ അടുത്തറിയുക, ആ ബോധത്തിലൂടെ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നന്മയുടെ പാതയിൽ പോവുക, സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ജീവിക്കുക. നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം വിളക്ക് വെക്കുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, ഈശ്വരനെ ഈശ്വരനായി കാണുക, സജ്ജനങ്ങളോട് നന്മയും സ്നേഹവും കാണിക്കുക, ദുർജന സംസർഗം ഒഴിവാക്കുക, തെറ്റായ സംസർഗങ്ങൾ ഒഴിവാക്കുക, സമൂഹത്തിലെ നന്മയെ തിരിച്ചറിയാം. മനസ്സിലായില്ലേ? ഈശ്വരന്റെ തൃപ്പാദങ്ങളിൽ വണങ്ങുക. എല്ലാവരിലും ഈശ്വരൻ ഉള്ളത് കൊണ്ട് നമസ്തേ, നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു. എല്ലാ ഹൃദയങ്ങളിലും എന്തുണ്ട്? ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. അതുകൊണ്ടാണ് മഹാഭാരതവും കൃഷ്ണ സീരിയലൊക്കെ കാണുന്ന സമയത്ത് എന്തിനെ കണ്ടാലും നമസ്തേ, ഭവതി ആരാണ്, ഭവാൻ ആരാണ്, ഒരു ബഹുമാനം ഉണ്ടായിരുന്നു സംസാരത്തില്, ബഹുമാനം ഉണ്ടായിരുന്നു സംസാരത്തില്, അല്ലെ? പോയിട്ട് വരും മാതാജി. പക്ഷെ ഇന്ന് ആ ബഹുമാനമൊക്കെ പോയി. കുട്ടികൾ അങ്ങോട്ട് കുറച്ച് ഓവർ സ്മാർട്ടായി സംസാരിക്കുമ്പോഴേക്കും ബെസ്റ്റ് കുട്ടി എന്നൊരു ചിന്തയായി. ഓ, 1003 ജപിച്ചു എന്റെ ബിന്ദുമ്മേ, സത്യമാണോ?
അപ്പൊ 1728 ആവുമ്പോഴേക്ക് 16 മാലയും ബാക്കിയും കൂടെ ജപിച്ചോളൂ. ഒരു 725 കൂടെ ജപിക്കൂ. അങ്ങനെ തന്നെ പോട്ടെ, 16 മാല കംപ്ലീറ്റ് ആവും. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? നല്ല രീതിക്ക് ജീവിക്കുക. സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കാം. ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതേക്കുറിച്ചൊന്നും വലുതായിട്ട് വലിയ മൈൻഡ് കൊടുക്കണ്ട. നല്ലത് മാത്രം തെരഞ്ഞെടുക്കുക. ചീത്തയെ ഉപേക്ഷിക്കുക. വഴക്കിനും വൈരാഗ്യത്തിനും ബഹളത്തിനും പോകാതിരിക്കുക. സ്വസ്ഥം സമാധാനം. ഇതാണ് ഭക്തി. ഈശ്വരനെ ഈശ്വരനായും മനുഷ്യനെ മനുഷ്യനായും കാണുക. ഏതൊരു വ്യക്തിയും നമസ്തേ, നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു, അല്ലാതെ അവന്റെ പാദം തേച്ച് കഴുകിയിട്ട് ആ വെള്ളം ശിരസിൽ അണിയാൻ ആരും പോണ്ട. മനസ്സിലായല്ലോ? ആ വക വൃത്തികെട്ട ആചാരങ്ങളെല്ലാം വിടൂ. ആ വ്യക്തിയുടെ അറിവിന് മുമ്പിൽ നമസ്കരിക്കുക. അതിന് ഇത് മതി, ഈ നമസ്കാരം മതി. അല്ലാതെയുള്ള യാതൊരുവിധ പാലിൽ കുളിപ്പിക്കലും തേനിൽ കുളിപ്പിക്കലിന്റെ കാര്യങ്ങൾക്കൊന്നും പോണ്ട. ഈശ്വരനാണ് ആത്യന്തികമായിട്ടുള്ളത്. ആ ഈശ്വരനെ പ്രാർത്ഥിക്കുക. ക്ലിയർ? ഗീതയിൽ പറഞ്ഞ കാര്യാട്ടോ, ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല. ഗീതയിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടോ ഗീത? ഇഷ്ടമാണോ ഗീത? നല്ല ഭംഗിയായിട്ട് ഗീത ക്ലാസ് പോകുന്നു എന്ന് ആർക്കൊക്കെ തോന്നുന്നോ അവരൊക്കെ മെസ്സേജ് ഇടാം. ഭഗവാൻ ഗീത കഴിഞ്ഞു കേട്ടോ, ക്ലാസ് കഴിഞ്ഞു. ഇനി ഞാൻ വേറൊരു ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. 15-ാം അധ്യായത്തില് 6-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ധാമത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ വീടിനെ കുറിച്ച്, ഭഗവാന്റെ ലോകത്തെ കുറിച്ച് പറയുന്നത്. എന്താ അറിയോ? നത്തദ്ഭാസയധേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാന നിവർത്തന്തേ തദാത്മാ പരമം മമ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഭഗവാന്റെ ലോകം സൂര്യചന്ദ്രന്മാരാൽ പ്രകാശിക്കപ്പെടുന്നില്ല. അവിടെ സൂര്യനും ചന്ദ്രനും അല്ല വെളിച്ചം കൊടുക്കുന്നത്. വൈദ്യുതിയോ അഗ്നിയോ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. അവിടെ എത്തുന്നവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. ആഹാ, നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. അതിന്റെ ഡീറ്റെയിൽസ് ആ ശ്ലോകവും ആ അധ്യായം എത്തുമ്പോ പറഞ്ഞുതരും. ഓക്കെ, ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടല്ലേ ക്ലാസ്? സമയത്തായി 9:45. സാരമില്ല, 7:45 തുടങ്ങിയത്. 7:45 മുതൽ 9:45 വരേക്കും ഗീത ക്ലാസ് എല്ലാം. അപ്പൊ നാളെ മുതൽ നമുക്ക് നോക്കാം. രാവിലെ 7 മണി. എന്റെ ജപം നേരത്തെ കഴിഞ്ഞാൽ നമുക്ക് 7 മണി. അപ്പൊ നമ്മള് നല്ല രീതിയിൽ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. അതിലുപരി എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുക. നിർബന്ധമാണ് ക്ലാസ് ഷെയർ ചെയ്യണം. ക്ലാസ് ഷെയർ ചെയ്തിൽ ഞാൻ കിച്ചൂട്ടനോട് പറഞ്ഞു കൊടുക്കും. ഭഗവാന്റെ ധാമത്തെ കുറിച്ച് പറഞ്ഞു കിച്ചൂട്ടനോട് പറഞ്ഞു കൊടുക്കും. കിച്ചൂട്ടാ, ദേ ഇവിടെ കുറെ പേര് ക്ലാസ് കേൾക്കുന്നുണ്ട്, ഇവരാരും ഷെയർ ചെയ്യുന്നില്ല കിച്ചൂട്ടാ, കിച്ചൂട്ടന്റെ കാര്യങ്ങൾ ആരും ആരിലും എത്തിക്കുന്നില്ല എന്ന് ഞാൻ കിച്ചൂട്ടനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ വേഗം ഷെയർ ചെയ്തോളൂ. ഞാനും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാം. കുറെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗത്വമാവാം. അതിന് എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നേരെ ഫേസ്ബുക്ക് എടുക്കാം, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യാം, നിങ്ങളുടെ സ്വന്തം. എന്നിട്ടോ നേരെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ട് സാറില്ലേ ജയന്തി മാതാജി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ ഫേസ്ബുക്കിന്റെ മുകളിലായിട്ട് ഒരു ലെൻസ് പോലത്തെ ഒരു സാധനം കാണാം. അതിൽ പോയിട്ട് അമർത്താം. അതിൽ പോയി അമർത്തിയിട്ട് മലയാളത്തിൽ ക്ഷേത്രം നടിക്കുക, ഇംഗ്ലീഷിൽ ക്ഷേത്രം നടിക്കുക, ടെമ്പിൾ നടിക്കുക, മലയാളത്തിൽ ടെമ്പിൾ നടിക്കുക, എന്തെങ്കിലുമൊക്കെ ശ്രീകൃഷ്ണ, ശിവ അങ്ങനെയൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും കുറെ ഗ്രൂപ്പുകൾ ഇങ്ങനെ ഓപ്പൺ ആവും. ആ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ കൊടുക്കുക. ജോയിന്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിന്റ് ആവും. അങ്ങനെ ഒരു 10-15 ഗ്രൂപ്പിൽ ജോയിന്റ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് വരിക. അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട ക്ലാസ് ലിങ്ക് ഉണ്ടാവില്ല, നമ്മുടെ ക്ലാസ് ഉണ്ടാവില്ല പേജിൽ, ഗുരുവായൂർ മഞ്ജരീസ് നടിച്ച് ആ പേജിൽ അങ്ങ് കയറുക. എന്നിട്ട് ആ പേജിന്റെ ആ ക്ലാസിന്റെ താഴെ ഷെയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ആ ഷെയറിൽ അമർത്തിയാൽ നിങ്ങൾക്ക് വരും, അടിയിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു വരും, കുറെ ഇങ്ങനെ വരും. അതിന്റെ അകത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ടാവും. ആ ഗ്രൂപ്പിൽ പോയി അമർത്തിയാൽ നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്ത ഗ്രൂപ്പുകളെല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ഷെയർ അമർത്തിയിട്ട് ഗ്രൂപ്പിൽ അമർത്തി കഴിഞ്ഞാൽ നേരെ ഒരു അമ്മ അത് നോക്കണ്ട, അമ്മ ജപിച്ചാൽ മതി. നേരെ എന്ത് ചെയ്യുക? ആ ഓരോരോ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ തൊട്ടു കൊടുത്താൽ മതി. അപ്പൊ അത് അതിലേക്ക് അങ്ങനെ പോകും. ഓക്കെ, ഗീത അയച്ചുതരാം. റിജക്ട് ആവുന്ന എന്തുകൊണ്ടാന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഡിക്ലൈൻ ചെയ്യും ചില ഗ്രൂപ്പുകൾ. അത് എന്തുകൊണ്ടാന്ന് ഓർത്ത് കഴിഞ്ഞാൽ അവര് നമ്മളെ പോലെയുള്ള ഭക്തിയല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഡിക്ലൈൻ ചെയ്യുന്നത്. ഭക്തിപരമായ ഗ്രൂപ്പിൽ കയറണം.
അതുകൊണ്ടാണ് ഞാൻ ടെമ്പിളിനും ശിവാന്നും കൃഷ്ണാന്നും ഒക്കെ അടിക്കാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഭക്തിപരമായ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ്സുകൾ ഡിക്ലൈൻ ചെയ്യില്ല, അല്ലാത്തതാണ് ഡിക്ലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അല്ലാതെ ചില കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും, നല്ല നല്ല കൂട്ടായ്മകൾ. അപ്പൊ അവർക്കും ഒക്കെ ഇട്ടുകൊടുക്കുക. അങ്ങനെ എല്ലാവരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കുക, ഉദ്ധരിക്കുക. പ്രചരണം കൊണ്ട് മാത്രമേ ഭഗവാനിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ പറ്റൂ, അല്ലാതെ മറ്റൊന്നിലൂടെയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഓക്കെ, അതെ അതെ അതെ, ഇന്നല്ലെങ്കിൽ നാളെ അവർ കാണും. അങ്ങനെ കണ്ടുവന്ന എത്രയോ പേര് ഇപ്പൊ ലൈവിൽ ഇരിക്കുന്നുണ്ടെന്നറിയും. അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ എൻ്റെ ദൈനംദിന ജീവിത തിരക്കുകളിലേക്ക് മാറുകയാണ്. എന്തുണ്ടെങ്കിലും വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക. ഇന്നിപ്പോ കുറച്ച് തിരക്കിലായിരിക്കും, അപ്പം മെസ്സേജ് ഇട്ടോളൂ, മെസ്സേജ് ഞാൻ കണ്ടോളാം കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. രാത്രി 8:30 മണിക്ക് കൃഷ്ണയാമത്തിലൂടെ മഹാഭാരതത്തിലൂടെ കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.